ആ ഷമീറ, ആ വീഡിയോ കണ്ടോ? ഏതാണ്? വീഡിയോ കണ്ടോ? ഇല്ല ഇല്ല, ഞാൻ ഇത് പണ്ടേ കണ്ട വീഡിയോ അല്ലേ ഷമീറെ. ആ നിങ്ങൾ കുക്ക് അത് ചെയ്യുന്ന ഒരു പണ്ടത്തെ സ്റ്റോറി പണ്ടത്തെ അല്ലേ? പറയാൻ പറ്റില്ല. പണ്ടത്തെ അല്ലേ? പണ്ടത്തെ നീ അല്ല, ഈ പണ്ടത്തെ ഞാൻ ചെയ്യേണ്ടെന്ന് വിട്ട്. ലിങ്ക് താ. ഞാൻ ആ അത് ചെയ്ത വേണ്ട, ആ റൂമിന്റെ ലിങ്ക് എടുത്താ. അത് ഇതിപ്പോ വിഷയമില്ലാന്ന്. സിസ്റ്റത്തിന് മുമ്പിലുണ്ട്. ആ അതിന്റെ ഡേറ്റ് പറഞ്ഞുതരാം. ഡേറ്റ് പറഞ്ഞിട്ട് ഏത് എവിടുന്ന എങ്ങനെ ഞാൻ എവിടെ പോയി ആ തപ്പിയെടുക്കാൻ അതന്നെ ഷമീറെ? ഞാൻ പറഞ്ഞു, ഞാൻ തപ്പിയിട്ട് കാണില്ല ആ വീഡിയോ. ആ ലിങ്ക് എടുക്കുക. എനിക്ക് എന്തായാലും നിങ്ങൾ എടുക്കുമ്പോ ചെയ്ത ലിങ്ക് ലൈവ് ഉണ്ടാവില്ലേ? അല്ലേ? നിങ്ങൾ ചെയ്ത ലൈവ് ആണോ അല്ലേ? ആ, എന്റെ ആണ്. ലൈവിലാണോ ഉള്ളത്? നിങ്ങളെ ചാനലിലാണോ ഇനി പ്രൗഢമൂവിന്റെ ചാനലിലാണോ? പ്രൗഡമൂലായിരിക്കും. ആ ക്ലബ് ഹൗസ് അതിലും ആണെങ്കിൽ നോക്കി, പ്രൗഡമൂലായിരിക്കും. ഒരു മിനിറ്റ്. അതിലൊന്ന് നോക്കി ഞാൻ. ആ, എടുക്കാ, നോക്കാലോ. അതിനെന്താ? ഡേറ്റ് ഡേറ്റ് പറഞ്ഞുതരാം. പറഞ്ഞോ. 26 ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, 26/07. ഒരു മിനിറ്റ് ഷമീറെ. ഞാൻ ഡേറ്റ് ഫുള്ള് നോക്കി, അതിന്റെ തലേ ദിവസത്തും ചാനൽ ഉണ്ട്. എടുക്കട്ടെ. ആ ചാനൽ ഓപ്പൺ അതന്നെ. ആയി വരട്ടെ. നമ്മളത് ക്ലിക്ക് ചെയ്യാനുള്ള സമയം കൊടുക്കുക ചെയ്യും. അല്ല ഞാൻ പറയാ, അതിൽ ഞാൻ ആ, നോക്കിയതാണ്, മെനക്കെടണ്ടെന്ന് പറയാൻ വേണ്ടിട്ടാ. അത് മെനക്കെടണം. ആ, മെനക്കെടാതെ മെനക്കെട്ടോ, എങ്ങനെ പറ്റുക? പ്രശ്നമൊന്നുമില്ല, പക്ഷെ കിട്ടൂല സാധനം. ലൈവ്, അതിൽ ലൈവില് പോയാൽ ഞാൻ പറഞ്ഞോ. ഡേറ്റ് പറഞ്ഞോ. 2021 2021 ഇരുപത്തി അതിന്റെ ടൈറ്റിൽ ആറാം തീയതി. ഓർമ്മയുണ്ടോ? ആ ടൈറ്റിലേക്ക് ഓർമ്മയില്ല. 20 6 തീയതി 7 മാസം, ജൂലൈ, ജൂലൈ 7 മാസം. 2021 ജൂലൈയിലാ? ആ ജൂലൈ. ഈ വീഡിയോയില് നിങ്ങൾ പറഞ്ഞ കാര്യം, നിങ്ങൾ പറഞ്ഞു അത് നിങ്ങൾക്ക് നിനക്ക് നിർത്തി. നാക്കുപേ സംഭവിച്ചാണെന്ന് 2021 പറഞ്ഞു. ജൂലൈ അല്ല. ഒരു മിനിറ്റിന്റെ ഷമീറ. ഇങ്ങനെ ഈ അതായത് ഇസ്ലാം മതം ഉറുമ്പുകളെ കൊല്ലാൻ പഠിപ്പിക്കുന്ന മതമാണെന്ന് ഞാൻ പറഞ്ഞു. ഇതാണല്ലോ ആരോപണം എന്റെ. ഇസ്ലാം മതം ഒന്ന്. അല്ലല്ല, ഇസ്ലാം മതം മതം ആ അള്ളയും മതം, മതം. പ്രവാചകനുമാണ് വാക്കുപിഴ പറ്റിയത്. മതം അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു എന്നല്ല എന്റെ ആരോപണം. ആ ഒന്നാമത്തെ അതാണ് ചോദ്യം കേൾപ്പിച്ചാ അതാണ്. മതി. അതാണ് കേൾപ്പിച്ചോ. മതം അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. ആ അതാണ് കേൾപ്പിക്കേണ്ടത്. കേൾപ്പിക്കും. അത് നിങ്ങൾ 2 വീഡിയോയിലും പറയുന്നുണ്ട്. എന്റെ ഷമീറെ, എനിക്ക് വേറെ പണിയില്ല ഷമീറെ. മതം എങ്ങനെ പറയുന്നുണ്ട് ഉറുമ്പുകളെ കൊല്ലാൻ പഠിപ്പിക്കുന്ന 2 മതാണ് വീഡിയോയിലും പറയുന്നുണ്ട്. ഇസ്ലാമിന്റെ വാദം. ഉറുമ്പുകളെ എല്ലാരെയും കാണുന്നിടത്ത് കൊല്ലണം എന്നാണെന്ന് ഞാൻ പറഞ്ഞു എന്നാണ് ഇപ്പൊ ഈ അങ്ങനല്ല പറയാൻ പറഞ്ഞത്, ശ്രമിക്കുന്നത്. അങ്ങനല്ല പറഞ്ഞ. എന്തൊക്കെ നിങ്ങൾ മണ്ടത്തരാണ് പറഞ്ഞതല്ല, ഷമീറെ പറയണേ. നിങ്ങൾ ഞാൻ പറഞ്ഞത്. പറഞ്ഞുതരാം. അതിൽ ഞാൻ ഞാൻ പറഞ്ഞ പോയിന്റ് ഇടക്കിടക്ക് എന്താന്ന് കേൾപ്പിച്ചു തരാം, സിമ്പിൾ ഒറ്റ ആയിട്ട് ഞാൻ മിനിറ്റ് പറയട്ടെ. കേൾപ്പിച്ചു തരാം, എന്നിട്ട് പറഞ്ഞോ. പറഞ്ഞു. അതിന് ആ ആദ്യം ആ വീഡിയോ എടുക്കട്ടെ ഷമീറ. ആ ആ വീഡിയോ എടുക്കട്ടെ. എന്നിട്ട് നമുക്ക് ഞാൻ ഇട്ടോ. നമുക്കത് ഞാന് ഇതെന്താ പറയുക, ഇത് ഇനി ഈ ഇനി ഇത് ഉറുമ്പും കൊണ്ട് നടക്കരുത്. അതന്നെ എനിക്കും പറയാത്. അതന്നെ നിങ്ങൾ വേണ്ട. ഇപ്പൊ കുറെ ശരിയാക്കി തരാം. വീഡിയോസിൽ ഈ ആ സംഭവം വീഡിയോ എടുക്കട്ടെ. പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ എടുക്കട്ടെ. ആ എടുത്തോ. വെയിറ്റ്. 2 കാര്യമാണ് ഞാൻ അതിൽ ചോദിച്ചത്. 2023 2021, 23 അല്ല, 21 21 ജൂണാ? ജൂൺ. ജൂൺ ഒരു മിനിറ്റ് ഞാൻ ജൂലൈ, ഒന്ന് എടുക്കട്ടെ. ജൂൺ അല്ല, ജൂലൈ എന്നൊക്കെ 7 ഞാൻ മാസം. ഇതിന്റെ ഇത് സ്റ്റുഡിയോയിൽ പോയിട്ട് എടുക്കട്ടെ. ഒരു മിനിറ്റ്. നിങ്ങൾ എവിടെ യൂട്യൂബ് പോയി? സ്റ്റുഡിയോയിൽ പോയിട്ട് എടുക്കട്ടെ. ഒരു മിനിറ്റ്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നോക്കി എടുക്കാൻ എളുപ്പമുണ്ടാവും. ലൈവ് ഞാൻ നിങ്ങളെ 3 ചാനൽ, 3 അല്ല, 1, 2, 3, 4 ചാനലായിട്ട് തിളങ്ങി. ഡേറ്റ് വെച്ചിട്ട് നമുക്കിത് സോർട്ട് ചെയ്യട്ടെ. ഞാൻ ഡേറ്റ് തന്നെയാണ്, കറക്റ്റ് ആണ്. കാരണം എന്താ അറിയോ? സെപ്റ്റംബർ 2021 ജൂണിലൊന്നും ഞാൻ പ്രൗഢമൂലി വീഡിയോ ഇട്ട് തുടങ്ങിയിട്ടില്ലല്ലോ എന്റെ ഷമീറെ. അല്ല, പ്രൗഢമൂന്നല്ല ഞാൻ പറഞ്ഞേ. നിങ്ങളെ ഈ ചാനല് അല്ലെങ്കിൽ പ്രൗഢമു അല്ലെങ്കിൽ അതുവരെ ഇന്ത്യയിൽ പോയിട്ടുണ്ടാവും. നോക്കട്ടെ. അവിടൊക്കെ ഞാൻ പറയട്ടെ. ഇതെന്ത് ഇത്ര തിരക്ക്? ഞാൻ പ്രൗഢമൂലി പറയുന്നു. 2021 സെപ്റ്റംബർ മുതലാണ് ലൈവ് പോയി തുടങ്ങിയിരിക്കുന്നത്. 2023 സെപ്റ്റംബർ മുതൽ. അതെ. അത് പോട്ടെ, ഞാൻ പറയുന്ന ഫുള്ളാക്കി കേൾക്ക്. ഇല്ല, നിങ്ങൾക്ക് ഇത് എടുക്കട്ടെ. ജൂണ്, ജാനുവരി, ഫെബ്രുവരി ആ സമയത്തൊക്കെ നമ്മളെ എന്റെ ചാനലിലുണ്ട് ലൈവുകൾ. ഓക്കെ, അപ്പൊ നോക്ക്. ജൂലൈ 26 തീയതി. 26 ജൂലൈയാ? നമുക്ക് എളുപ്പമാണ് എടുക്കാനേ. ഇന്ന് പ്രശ്നമുള്ള കാര്യമല്ലല്ലോ. 26 ജൂലൈയിൽ വീഡിയോ ഇല്ലല്ലോ? ഇല്ലല്ലോ. അതിന്റെ പിറ്റേ ദിവസം ഉണ്ടല്ലോ, തലേ ദിവസം ഉണ്ടല്ലോ. അന്നില്ലല്ലോ. ഇല്ല. തന്നെ ഞാൻ പറഞ്ഞു, എവിടെ അത്? എവിടെ വീഡിയോ? ഞാൻ ചോദിച്ചു, എവിടെ അത്? വീഡിയോ? ആ വീഡിയോന്റെ ടൈറ്റിൽ എന്താ പറ? ടൈറ്റിൽ എനിക്ക് ഓർമ്മയില്ലാന്നേ. അത് ഞാൻ എന്റെ ചാനലില് അല്ലെങ്കിൽ എന്റെ ക്ലബിൽ നടത്തിയ വീഡിയോകളാണ് ഞാൻ ലൈവ് പോവുക. ഇനി ഞാൻ തെളിവ് പറഞ്ഞിട്ട് മുസ്ലിമിന്റെയോ ആ ഡേറ്റിൽ തന്നെയാണ് നടന്നതെന്നുള്ള തെളിവ് ഞാൻ കാണിച്ചിട്ട്. ഷമീറെ, ഇനി വേറെ കുറെ ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. കുഴിയാന പറഞ്ഞിട്ട് ഒരു ചാനൽ ഉണ്ടായിരുന്നു. കുഴിയാന. അതിലൊന്നും വീഡിയോ ഞാൻ ലൈവ് പോയിട്ടില്ല. അതിലും ഞാൻ പോയി നോക്കിന്ന്. ഓരാണ് ഇപ്പൊ ഇൻഫിഡന്റൽ എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പാന്ന് വേണ്ട. പിന്നെ ഇതിന്റെ ടൈറ്റിലിന്റെ പേര് പറ. എന്തായിരുന്നു ടൈറ്റിലിന്റെ പേര്? ആ ടൈറ്റിൽ പറ. ടൈറ്റിലിന്റെ പേര് ഓർമ്മയില്ല കുട്ടിയെ. ഇത് കൊറേ കൊല്ലായില്ലേ? പേര് വേണേ.
അത് ശരി, അതിന്റെ ആവശ്യമില്ലാന്ന്. ഈ ഡേറ്റ് സ്ത്രീവിരുദ്ധനായ പോരെ. അള്ളാഹു മുഹമ്മദിനെ ഫോളോ ചെയ്യുന്നു. എന്താ ടൈറ്റിലെങ്കിലും ഓർത്ത് പറ. ഡേറ്റ് അല്ലേ കറക്റ്റ് കിട്ടിയില്ലേ, പിന്നെ ടൈറ്റിലിന്റെ ആവശ്യമുണ്ടോ? ഡേറ്റ് ഇജ്ജ് പറഞ്ഞ ഡേറ്റിൽ അങ്ങനെ വീഡിയോ ആ ഒന്നും അല്ലല്ലോ. അതാ ഞാൻ ശരി, ഇജ്ജ് പറഞ്ഞേ. ആളെ സ്വീപ്പാക്കുകയാണെങ്കിലോ? അല്ല അതിനാണ് ഞാൻ തെളിവ് തരാറിഞ്ഞേ. ആ ആ തെളിവ് ഡേറ്റ് ലിങ്ക് അയച്ചോ, എന്നാണെന്നുള്ളത്. അപ്പൊ നമുക്കറിയാലോ. അല്ല, ആ ഡേറ്റ് എന്നാണെന്നുള്ളതിന്റെ തെളിവ് ഞാൻ പറഞ്ഞുതരാം. ഞാന് പറഞ്ഞോ. ഈ കാര്യം ഈ ലൈവ് നിങ്ങൾ നടന്നതിന്റെ പിറ്റേ ദിവസം മെസ്സഞ്ചറിൽ, ഫേസ്ബുക്കിന്റെ മെസ്സഞ്ചറിൽ ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് അതിന്റെ അയച്ചു. ലിങ്ക് അയച്ചിട്ടുണ്ടോ? ഇല്ല കുട്ടിയെ, പറയട്ടെ. അപ്പൊ അത് വേറൊരു ലൈവ് ആയിരിക്കും. ഈ ഏത് ലൈവ് എന്നാണ് എടുത്ത് പറഞ്ഞ വീഡിയോ ലിങ്ക് തന്ന പ്രശ്നം തീർന്നില്ലേ? അല്ല, ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഞാൻ നമ്മള് ഡിലീറ്റ് ചെയ്താണെങ്കിൽ അതിനകത്ത് കാണൂലേ? ഈ ഞാൻ ക്ലബ് ഹൗസ് ചർച്ച ഡിലീറ്റ് ചെയ്യേണ്ട കാര്യം എന്തിരിക്കുന്നത്? അതാ ഞാൻ ചോദിക്കണേ. ഞാൻ ഈ അങ്ങനെ ചെയ്തിട്ടില്ല മെസ്സേജ് ഷമീറെ. ഈ മെസ്സേജ് അനക്ക് ഡേറ്റ് തെറ്റിയതാണ്. ഇപ്പൊ വേറൊരു തെറ്റായ ഡേറ്റ് പറയണു, അത്രേ ഉള്ളൂ. അവിടേക്ക് ഞാൻ മെസ്സേജ് അയച്ചു. എന്താ അറിയോ ചോദിച്ചേ? ഞാൻ അതല്ല ഞാൻ എന്റെ ചോദിച്ചത്. ക്ലബ് ഹൗസിൽ കയറിയിട്ട് ഞാൻ അന്ന് ഏത് റൂമിലുള്ളത് ഞാൻ നോക്കി ക്ലബ് ഹൗസിലൊക്കെ ഞാൻ നോക്കി കുട്ടിയെ. ഞാൻ അപ്പൊ പറഞ്ഞുതരാം. ഇല്ലാന്ന് പറഞ്ഞാ അപ്പൊ ഈ എവിടുന്ന് ഉണ്ടാക്കിയെടുത്താണ് ഈ സാധനം? ഇതെന്തായാലും നിങ്ങൾ പറഞ്ഞല്ലാന്ന് നിങ്ങൾ പറയില്ലല്ലോ, വീഡിയോ അത് അടക്കം. എവിടുന്ന ഞാൻ പറഞ്ഞതാണെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് കിട്ടണ്ടേ? അവിടേക്ക് ഞാൻ പറയണ അങ്ങനെ ഈ പറഞ്ഞോടത്ത് കൂടി നിർത്താൻ പറ്റില്ല. ഇതിനാണ് വൈക്കോൽ ഉണ്ടാന്ന് പറയാ ഷമീറെ. അവിടെ നിക്ക്. അതായത് ഒരാളുടെ പേരിൽ ഒരു മിനിറ്റ് ഒരാളുടെ പേരിൽ ഒരു തെറ്റായ ആരോപണം ഉന്നയിക്കുക, എന്നിട്ട് അയാൾ പറഞ്ഞു എന്ന രീതിയിൽ ഒരു നുണ നമ്മൾ സൃഷ്ടിക്കാം. പറയട്ടെ ഷമീറെ, അവിടെ നിക്ക്, ഞാൻ പറയട്ടെ. അവിടെ നിക്ക്, ഞാൻ പറയട്ടെ. പറഞ്ഞൊന്നും ഞാൻ നിങ്ങൾക്ക് ഇപ്പം മറ്റേ വാട്സപ്പില് ഞാൻ നിങ്ങൾക്ക് അന്ന്, അതായത് ഈ ലൈവ് നടന്ന പിറ്റേന്ന് നിങ്ങൾക്ക് അയച്ച മെസ്സേജിന്റെ സ്ക്രീൻഷോട്ട് ശരി. ആ അയച്ചു. ലൈവ് എവിടെ ഏതിലാണ് നടന്നത്? അത് അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അത് അവിടെ എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയത് ക്ലബ് ഹൗസിൽ നിന്ന് കിട്ടിയത് പറ. യൂട്യൂബിൽ അപ്പൊ ആ യൂട്യൂബിന്റെ ലിങ്ക് എടുത്താ പ്രശ്നം തീർന്നില്ലേ? ലിങ്ക് എന്റെ കയ്യിലില്ല, ഞാൻ തെരഞ്ഞു. പിന്നീട് നമുക്ക് കിട്ടിയപ്പോ എങ്ങനെയാണ് ഈ വീഡിയോ കിട്ടിയത്? എന്തായാലും നടന്നില്ലേ വീഡിയോ? അന്ന് ഞാൻ എടുത്തതാണ്. അങ്ങനെ ഒരു ഞാൻ എടുത്തതാണത്. ഷമീറെ, ആ വീഡിയോ എന്തായിരുന്നു? അതിലെന്താണ് സംസാരിച്ചത്? ഞാൻ എന്താണ് പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞ ഞാൻ കേൾപ്പിച്ചു തരാം. എന്താ തിരുത്തിയത് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് പരിശോധിക്കാം. നിങ്ങൾ പറഞ്ഞ ഞാൻ അതാ കേൾപ്പിച്ചു തരാം. കേട്ടോ കേട്ടോ. ഭയങ്കര കാരുണ്യവാനാണ്. അതിന് തൊട്ട് താഴെ വരുന്ന ഹദീസാണ് ഉറുമ്പിനെ കൊല്ലൻ. അബൂ ഹുറൈറയിൽ നിന്ന് അവിടുന്ന് പറഞ്ഞു, പ്രവാചകന്മാരിൽപ്പെട്ട ഒരു പ്രവാചകൻ ഒരു മരച്ചുവട്ടിൽ. ആദ്യം ശ്രദ്ധിക്കണം, മുഹമ്മദ് നബിയുടെ അപാര നന്മ എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ തുടങ്ങുന്നത്. ഈ കട്ടിങ് അല്ല വേണ്ടത് ഷമീറെ. ഇത് കേക്ക് ആദ്യം തുടങ്ങണ ഹദീസ് വായിക്കണെന്താ? മുഹമ്മദ് നബീന്റെ അപാര നന്മ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വൈക്കോലുണ്ട് ഇത് ഉണ്ടാക്കിയില്ല. നിങ്ങൾ പറഞ്ഞതാണ് ഞാൻ കേൾപ്പിച്ചത്. അതാ ഞാൻ പറഞ്ഞത്. നീ യൂട്യൂബിൽ നിന്നാണ് നീ ആ വീഡിയോ എടുത്തിട്ടില്ലെങ്കിൽ, ഒരു മിനിറ്റ് യൂട്യൂബിൽ നിന്നാണ് ആ വീഡിയോ എടുത്തിട്ടില്ലെങ്കിൽ ആ വീഡിയോയുടെ ടൈറ്റില് അതിന്റെ സ്ക്രീനിൽ ഉണ്ടാവും. യൂട്യൂബിൽ നിന്ന് തന്നെ എടുത്ത് എനിക്ക് ക്ലബ് ഹൗസ് ചർച്ചകളുടെ ലൈവ് എന്ന് പറയുന്നത് അതിന്റെ തമ്പനയിലായിരിക്കും അതിന്റെ കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവുക. അപ്പൊ അതിന്റെ ടൈറ്റിലും അതിന്റെ അകത്ത് ഡേറ്റ് ഒക്കെ ഉണ്ടാവും. അതന്നെ ഞാൻ പറഞ്ഞത്. ഈ പറഞ്ഞ വീഡിയോയുടെ ഭാഗം നിന്റെ അടുത്ത് വീഡിയോ പീസ് ഉണ്ടോ? അതല്ലേ ഞാനിപ്പോ ഇത്രയും നേരം പറഞ്ഞേ. എന്താണ് ആ വീഡിയോ പീസ് അല്ലേ ഇത്രയും നേരം കേൾപ്പിച്ച? പറ, ബാക്കിയും കൂടി കേട്ടോ. വീഡിയോ ഉണ്ടല്ലോ, ആ വീഡിയോ അതിന്റെ അടുത്ത് വീഡിയോ ആയിട്ടുണ്ടോ അതോ ഓഡിയോ മാത്രമാണ്? സ്ക്രീൻ റെക്കോർഡ് എടുത്തല്ലേ. അപ്പൊ എന്നാ അതില് ആ സ്ക്രീനില് ഞാൻ ആ പറയുന്ന വീഡിയോ കാണുന്ന യൂട്യൂബിന്റെ സ്ക്രീനിൽ അതിന്റെ ടൈറ്റിൽ ഉണ്ടാവുന്ന ഇല്ലാന്ന്. പിന്നെ അതിലെന്താ ഉള്ളത്? അതിലും മൊത്തം നിങ്ങൾ ഹദീസിന്റെ ഇത് കാണിക്കണേ. പിന്നെ ഒരു സൈഡിൽ നിങ്ങളെ ക്ലബ് ഹൗസ് ചർച്ചേന്റെ ആ സ്ക്രീന് കാണിക്കുന്നു. ആ സ്ക്രീനിന് ടൈറ്റിൽ ഉണ്ടാവേ. ഇല്ല, അത് ഇല്ല. ക്ലബ് ഹൗസ് ചർച്ചക്ക് ടൈറ്റിൽ ഇല്ലേ? കാണില്ല. ഞാൻ അന്ന് സ്ക്രീൻ റെക്കോർഡ് നീ അത് കട്ട് ചെയ്ത് കളഞ്ഞു, അത്രേ ഉള്ളൂ. ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ. 25-ാം തീയതി വീഡിയോ 24-ാം തീയതി വീഡിയോ ഒക്കെ എടുത്ത് നോക്ക്. 25-ാം തീയതി 24-ാം തീയതി 24, 25 ഉണ്ട്, 26-ാം തീയതി നിങ്ങളെ ഇതില് ആ വീഡിയോ തന്നെ ഇല്ല. അന്ന് ജൂൺ ആണോ ജൂലൈ ആണോ? ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അയച്ചിട്ടുണ്ട് നിങ്ങളെ ഫോണിലേക്ക്. ഞാൻ നിങ്ങൾക്ക് അയച്ച മെസ്സേജിന്റെ എന്തൊരു അതൊന്ന് നോക്ക്. ഞാൻ ചോദിക്കണത് എന്താ അറിയോ? ഞാൻ അതല്ല ചോദിച്ചത് സുഹൃത്തെ. ഇന്നലെ നിങ്ങൾ സംസാരിച്ച ഉറുമ്പുമായി കൊല്ലുന്ന ഹദീസിനെ പറ്റി നോക്ക്. ആ സ്ക്രീൻഷോട്ട് നോക്ക് ആദ്യം. ആ സ്ക്രീൻഷോട്ട് നോക്ക്. വീഡിയോ ക്ലിപ്പ് എന്തത്തില്ലേ? നിങ്ങളും ഞാനുമായിട്ട് സംസാരിച്ച ആ സ്ക്രീൻഷോട്ട് നോക്ക്. ഷമീറിന്റെ കയ്യില്
ഷമീറിന്റെ കയ്യിൽ ഇതൊന്നും അല്ല വേണ്ടത്. അതൊക്കെ വിട്. നിന്റെ സ്ക്രീൻഷോട്ട് കിട്ടിയിട്ട് എന്താ ഷമീർ? ഇത് ജൂലൈ 27-നാണ്. ഓക്കെ, അത് വിട്. അത് വിട്. തലോസാണെന്ന് ഇപ്പൊ എന്തിനു തെളിവ്? അത് വിട്. ഇപ്പൊ എനിക്ക് തന്ന വീഡിയോ ഉണ്ടല്ലോ, അതായത് നീ ഇപ്പൊ ആ ഉറുമ്പ് ഹദീസ് എന്ന് പറഞ്ഞ ആ ഭാഗത്ത് എന്റെ വീഡിയോ ക്ലിപ്പ് നീ കട്ട് ചെയ്ത് എടുത്തിട്ടില്ലേ? ആ വീഡിയോ ക്ലിപ്പ് എന്റെ കയ്യിലുണ്ടോ? അതല്ലേ ഞാനപ്പോ എന്റെ ചാനലിൽ കാണിച്ചത്. ചാനലിൽ കാണിച്ചിട്ടില്ലല്ലോ. എത്രാമത്തെ എന്റെ വീഡിയോയിൽ എത്രാമത്തെ മിനിറ്റിലാ നോക്കട്ടെ. ഞാൻ ഇന്ന് ഞങ്ങൾക്ക് അയച്ചു അയച്ചു തന്നല്ലോ. അതില് 2:47. 2 മിനിറ്റ് 47 സെക്കൻഡ്. 2 മിനിറ്റ് 47 സെക്കൻഡ്. 2 മിനിറ്റ് 47 സെക്കൻഡിൽ ഈ ഇല്ലല്ലോ. അത് ഞാൻ ചോദിക്കണത് കുഞ്ഞെ, ഇത് നീ എഡിറ്റ് ചെയ്തതല്ലേ? ഈ വീഡിയോ നീ എഡിറ്റ് ചെയ്തതല്ലേ? ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ വീഡിയോ ക്ലിപ്പ് കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോന്റെ പീസ് എന്റെ അടുത്തില്ല, കട്ട്, ആ ചെറിയ പീസ്. ഫസ്റ്റ് എടുത്തത് എവിടുന്നറിയോ? ഫസ്റ്റ് എടുത്തത് നിങ്ങളതിന്നു ലൈവ് ഒന്നും അതല്ലാതെ ഞാൻ എടുത്തത് ആ സാധനത്തിന്റെ ഫസ്റ്റ് ഒറിജിനൽ ഫസ്റ്റ് ഞാൻ ചെയ്ത വീഡിയോ എന്റെ ചാനലുണ്ട്. അതുണ്ടോ? ആ ചാനലില് അതിന്റെ ലിങ്ക് നിങ്ങൾ എന്നെ കാണിച്ചില്ലേ ഇതിനു മുമ്പ്? ഷമീറെ, എന്തിനാ പറയുന്നത് എനിക്ക് മനസ്സിലായോ? അത് ഞാൻ തരാന്ന്. എടുക്കട്ടെ എനിക്ക് മനസ്സിലാവുണ്ടോ? അതായത് ഈ പറയുന്ന വീഡിയോ ക്ലിപ്പ് ഇതിപ്പോ ലിയാഖത്തലിയുടെ കളവുകൾ നമുക്ക് നോക്കാന്ന് പറഞ്ഞിട്ട് വലിയ പോസ്റ്ററാണ്. അതിന്റെ മൂലക്ക് കണ്ണിന് കാണാത്ത രീതിയിൽ ചെറിയ പീസാണത്. ആ വീഡിയോ നീ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ആ വീഡിയോയിൽ പിന്നെ എങ്ങനെ കിട്ടിയ നമുക്ക്? ഞാനത് സ്ക്രീൻഷോട്ട് ആണെങ്കിലും എന്റെ വീഡിയോ നീ കണ്ടുകൊണ്ട് അത് നീ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആ വീഡിയോ വെച്ചിട്ടല്ലേ നീ വീഡിയോ ചെയ്തത്? അതെ. അപ്പൊ നീ എടുത്ത സ്ക്രീൻഷോട്ട് എന്റെ അടുത്ത ഫയൽ ഉണ്ടാവൂലേ? സ്ക്രീൻ റെക്കോർഡ് നമുക്ക് കിട്ടുവേ. സ്ക്രീൻ റെക്കോർഡ് ഞാൻ എന്റെ ഫയൽ എന്റെ കയ്യിലൊന്നുമില്ല. ഞാൻ അതൊക്കെ ഡിലീറ്റ് ചെയ്തില്ലേ. പിന്നെ നിന്റെ വോയിസ് കട്ടായി പോണ്. അതെങ്ങനെ ഫയൽ എന്റെ കയ്യിലുണ്ടാവുക? ഞാൻ അത് ഡിലീറ്റ് ചെയ്തില്ലേ. ശരി, ആ അതില്ലാതെ എങ്ങനെ നീ പിന്നെ നീ നിന്റെ കയ്യിലുള്ള തെളിവൊക്കെ നശിപ്പിച്ച് കളയാ, എന്നിട്ട് നീ വെറുതെ ഒരു ഇങ്ങനെയാണോ കാര്യങ്ങൾ ചർച്ച ചെയ്യാ? അടക്ക് ഞാൻ ഫസ്റ്റ് തന്നെ ഈ സംഭവം ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ, അതിന്റെ ലിങ്ക് അയച്ചുതരാം. ഇട്ടോ. അതില് നീ ഈ ടൈറ്റിൽ കിട്ടിയാൽ നമുക്ക് ആ ക്ലബ് ഹൗസ് എടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഈ പറയണതേ. നമ്മളൊരു കാര്യം ചർച്ച ചെയ്യുമ്പോ ആദ്യം ആ സാധനം വേണ്ടേ? വെറുതെ നീ ഉണ്ടാക്കി വെക്കുന്ന വൈക്കോലുണ്ടോ വെച്ചിട്ട് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുമോ? ഇനി ഇതിൽ എത്രാമത്തെ മിനിറ്റിലാണ്? ഇതില് നിക്ക്. ഇതിലും നീ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്തിനാണ്? ഈ ചർച്ച ഏതാണ്? ഇതുണ്ടോ? ഇത് ഷെഫീഖാണ്. ഷെഫീഖ് ഫ്രീ തിങ്കർ ഒക്കെ ചെയ്തൊരു റൂമാണ്. ഷെഫീഖ് ഫ്രീ തിങ്കർ തന്നെ ചെയ്ത നിങ്ങളുണ്ട്. ഞാൻ അതിൽ സ്പീക്കറാണ്. ഇനി അപ്പൊ ഒന്ന് കേക്കിന്റെ ഷമീറെ, അതായത് ഇതൊരു ഗ്രൂപ്പ് നടത്തിയ ചർച്ചയിൽ ഞാൻ പങ്കെടുത്ത് സംസാരിക്കുകയാണ്. അപ്പൊ ഈ ക്ലബ് ഹൗസ് ചർച്ച അതിന്റെ ടൈറ്റിൽ കിട്ടിയാല് നമുക്ക് അത് ഏത് ഗ്രൂപ്പാണെന്നും കിട്ടും, അത് ഏത് ദിവസം നടന്ന ചർച്ചയാണെന്നും കിട്ടും. അവിടുന്ന് സാധനം എടുക്കാലോ. ഇതിപ്പോ നിന്റെ കയ്യിൽ എന്താ ഉള്ളത്? ഒന്നുമില്ല, വെറുതെ എന്തോ പറയാണ്. അല്ലല്ല, ഇപ്പൊ നിങ്ങൾ പറഞ്ഞ കാര്യം ഒരു സാധനത്തിന്റെ ഒറിജിനൽ. ഒരു മിനിറ്റ് ഷമീറെ, ഒരു കാര്യം നമ്മളൊരു വിഷയം സംസാരിക്കുമ്പോ ഇത് നുണയന്മാരുടെ രീതിയാണ്, കള്ളത്തരം പടച്ചുണ്ടാക്കുന്ന പരിപാടിയാണ്. പറഞ്ഞുതരാം ഷമീറെ. നമ്മൾ ഒരാളുടെ മേലൊരു ആരോപണം ഉന്നയിക്കുമ്പോ ആ പറഞ്ഞ സാധനം എന്റെ അടുത്ത് വേണ്ടേ? അതല്ലേ ഇപ്പൊ കേൾപ്പിച്ചേ? ഇല്ല, അത് നീ കേൾപ്പിച്ചിട്ടില്ല. എന്നാ എടുക്കുക, അതേതാ വീഡിയോ ക്ലിപ്പ്. ഇതെന്തിനാണ് നിനക്ക്? നീ ഇപ്പൊ ഞാൻ ചെയ്ത ഒരു ക്ലബ് ഹൗസിലെ സ്ക്രീൻ റെക്കോർഡ് എടുത്തിട്ട് അതിൽ നിന്ന് ഈ ആളുകളുടെ ടൈറ്റിലും ഡേറ്റും ഒക്കെ ഡിലീറ്റ് ചെയ്തെന്തിനാ? ഡിലീറ്റ് ചെയ്തല്ലോ, അത് ടൈറ്റിൽ കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിപ്പോ നമുക്ക് നാട്ടുകാർ കാണിച്ചിട്ട് നിങ്ങൾ പറയുന്ന എല്ലാ വിമർശനവും ആൾക്കാരെ കേൾപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. വീഡിയോ ക്രോപ്പ് ചെയ്യേണ്ട പരിപാടിയൊന്നുമില്ല. നിങ്ങൾ ഓരോ വീഡിയോ കാണിക്കുമ്പോ അതിന്റെ ടൈറ്റിൽ ഒന്നും കാണിക്കില്ല. അത് പോട്ടെ. ഇതെങ്ങനെ ഇതിപ്പോ നീ നമുക്ക് കിട്ടും? അതാ ഞാൻ പറഞ്ഞത്, ഡേറ്റ് ഞാൻ പറഞ്ഞത്. ഡേറ്റ് അല്ല പറയേണ്ടത്, ചർച്ചയും കൂടി പറഞ്ഞോ. ഏത് ഗ്രൂപ്പിലാന്ന് പറഞ്ഞോ? ഡേറ്റും പറഞ്ഞത് ഷമീറാന്ന് പറഞ്ഞ ടീം നടത്തിയതാണ്. പിന്നെ ക്ലബ് ഹൗസിന്റെ ലിങ്ക് കിട്ടോ? ക്ലബ് ഹൗസിന്റെ ലിങ്ക് കിട്ടോ? എനിക്കറിയില്ല. അതായത് നീ എവിടുന്ന് എടുത്തെന്ന് പോലും നിനക്കറിയില്ലാത്ത ഒരു സാധനത്തിൽ നിന്ന് നീ കട്ട് ചെയ്തെടുത്ത ഒരു 10 സെക്കൻഡ് വെച്ചിട്ട് എങ്ങനെ നമുക്ക് 40 സെക്കൻഡ് ഉണ്ട്.
40 സെക്കൻഡ് വെച്ചിട്ട് എങ്ങനെ ഒരു വിഷയം സംസാരിക്കാൻ? കേൾപ്പിക്കേ ഞാൻ പറഞ്ഞുതരാം. ഇനി ബാക്കി കേൾപ്പിച്ചിട്ടാണ് കാര്യം പറയണ്ടേ. കേൾക്കാതെ അതിന്റെ അപ്പുറം വേണ്ട ഷമീർ. എവിടുന്നാ നീ കട്ട് ചെയ്തെടുത്തത്? നിങ്ങൾ പറഞ്ഞിട്ടില്ല എന്നാണ് പറയേണ്ടത്. നിങ്ങൾ പറഞ്ഞിട്ടും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞ കാര്യമാണ്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് ആ വീഡിയോ കേട്ടാലേ അറിയുള്ളൂ. ഇനി കേട്ടോ ഇടയ്ക്ക് എന്നിട്ട് പറയാണ് ഇത് നീയല്ലേ പ്രവാചകന്മാരിൽ പെട്ട ഒരു പ്രവാചകൻ. എന്തായാലും നമുക്ക് മുന്നോട്ട് ശ്രമിക്കാനാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് അദ്ദേഹത്തിന്റെ യാത്രാ സാമഗ്രികൾ അവിടെ നിന്ന് എടുത്തു മാറ്റി. അനന്തരം അദ്ദേഹം കൽപ്പിച്ച പ്രകാരം മുഴുവൻ ഉറുമ്പുകളടക്കം അതിന്റെ പുറ്റ് ചുട്ടുകരിച്ചു. അപ്പോൾ അള്ളാഹു അദ്ദേഹത്തിന് മോചനം നൽകി. ആ ഉറുമ്പിനെ മാത്രം കൊന്നാൽ മതിയായിരുന്നു. അത് അള്ളാഹുവിന്റെ കാര്യമാണ്. ഒരാൾ ഉറുമ്പ് കടിച്ചാൽ ആ പ്രദേശത്തുള്ള ഉറുമ്പിനെ മൊത്തം കൊല്ലാൻ കൽപ്പിക്കുന്ന ഒരു മതം, ഒരു ദൈവം, ഈ നന്മയൊക്കെ അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോ അതുപോലെ ചെയ്യാൻ കഴിയുമോ എന്നാണ് ഞാൻ പ്രാഥമികമായിട്ട് ചോദിക്കുന്നത്. വളരെ ഗൗരവമായിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് ഞാൻ ഇതാണ് പറഞ്ഞത്. നിങ്ങൾ അവിടെ പറഞ്ഞു നിർത്താണ്. ഇനി ഞാൻ പറയാം, നീ കേക്ക്. നിന്റെ കയ്യിൽ ഇപ്പൊ നിന്റെ വാലും തുമ്പും ഒന്നും ഇല്ലല്ലോ. വാലും തുമ്പും ഒന്നും ആവശ്യമില്ല. നിങ്ങൾ വാലും തുമ്പും ഉണ്ടോ? വാലും തുമ്പും ഇല്ലല്ലോ. ഇല്ലെങ്കിൽ കേട്ടോ, ശരിക്കും കേട്ടോ. ഓക്കെ, ഈ വിശദമായിട്ട്, അതായത് പ്രവാചകന്മാര് നന്മ പഠിപ്പിക്കാൻ വന്നവരാണ്, അല്ലെങ്കിൽ അത്തരം വലിയ മാതൃകയും സംഗതിയൊക്കെ പറഞ്ഞു. ഇതേ ഭാഗത്ത് ഞാൻ പറഞ്ഞ അത് അള്ളാഹുവിന്റെ കാരുണ്യാണെന്ന് പറയുന്നുണ്ട്. ഇല്ലേ? ഉണ്ട്. എന്താ പറഞ്ഞത്? അള്ള കാരുണ്യം കൊണ്ട്. അതായത് എന്തിനാണ് ആ ഉറുമ്പുകളെ മുഴുവൻ കൊന്നത്? ആ കടിച്ച ഒരു ഉറുമ്പിനെ മാത്രം കൊന്നാ പോരായിരുന്നു എന്ന് ചോദിക്കണം അല്ല. അങ്ങനെ ചോദിച്ചില്ല. ഇല്ലേ? വേറെ ഹദീസിലുണ്ട്. ഞാൻ അത് അതിൽ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞില്ല. എന്തിനാ ഈ മോളിൽ സഹീഹ് മുസ്ലിമിന്റെ മോളിൽ വേറൊരു ഹദീസിന് അതെന്തിനും ഒളിപ്പിച്ചു വെച്ചാണ്? നീ സഹീഹ് മുസ്ലിം 22:41 പറഞ്ഞിട്ട് സാധനം വെച്ചിട്ടുണ്ട്. അതിന്റെ മുകളത്തെ ഭാഗം എന്തിനാ ഒളിപ്പിച്ചു വെച്ചത്? അതിന്റെ മുകളത്തെ ഭാഗം ഏതാ? നീ ഇപ്പൊ ഞാൻ വീഡിയോ നീ കാണിക്കുകയാണല്ലോ. വിശദമായിട്ട് പറഞ്ഞുതരാം. ബഹളം വെക്കരുത്. കാണിക്കണ്ടേ? നിങ്ങൾ ഷമീറെ ബഹളം വെക്കരുത്. നല്ലോണം ശ്രദ്ധിച്ചിരുന്നു. ബഹളം വെക്കരുത്. ഞാൻ ബഹളം വെക്കരുത്. സംസാരമാണ്. ഞാൻ പറഞ്ഞൊരു കാര്യത്തെ വക്രീകരിച്ച് ഷമീർ എടുത്തുണ്ടാക്കിയ ഒരു കഥയാണ്. നടത്തിയിട്ടില്ല. ഇതല്ല എന്റെ വിഷയം. വെറുതെ വർത്താനം പറയട്ടെ. നീ എന്താ സമ്മതിക്കാത്തതിന്? ഇതല്ല എന്റെ വിഷയം. ഇതാണ് ഇവിടെ തുടങ്ങണത്. പക്ഷെ ഇത് നിങ്ങൾ പിന്നെ മാറ്റി പറഞ്ഞിട്ടുണ്ട്. അതാണ് എന്റെ വിഷയം. ഇതെന്താ നിന്റെ പ്രശ്നം? ഞാൻ പറയട്ടെ, കേട്ടോ. ഒന്ന്, ഈ വീഡിയോ ക്ലിപ്പിൽ ഈ വിഷയത്തിലേക്ക് വരുന്നതിന്റെ മുമ്പ് നീ കാണിച്ച കൃത്രിമങ്ങളെ കുറിച്ച് പറഞ്ഞുതരാം. ഒന്ന്, ഇതിന്റെ വീഡിയോ ക്ലിപ്പില് നീ ഇതിന്റെ ടൈറ്റിലും ഡേറ്റും കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്തു. അതായത് ഇത് എവിടുന്നാണ് ഇനി ആൾക്കാർ നോക്കിയാൽ കിട്ടരുത്. അതാണ് ഒന്നാമത്തെ ഉദ്ദേശം. രണ്ടാമത്തത്, വെയിറ്റ് ഷമീറെ, ഞാൻ പറയട്ടെ. ഷമീറെ പറയട്ടെ. രണ്ടാമത്തത് ഇതിനകത്ത് 2 ഹദീസ് ഉണ്ട്. അതിലെ മുകളത്തെ ഭാഗത്തെ ഹദീസിന്റെ അവിടെ നീ വലിയ അക്ഷരത്തിൽ സഹീഹ് മുസ്ലിം എന്ന് പറഞ്ഞ ആ ഭാഗം പൂർണ്ണമായിട്ട് മറച്ചു വെച്ചു. അത് ഞാൻ നമ്പറാ കൊടുത്തത്. ഈ മുസ്ലിമിൽ ആർക്കും തപ്പിയാ കിട്ടുന്ന IPH നമ്പർ അല്ല ഞാൻ കൊടുത്തത്. മുസ്ലിമിൽ ആളുകൾക്ക് തിരഞ്ഞാൽ കിട്ടുന്ന നമ്പറാ ഞാൻ കൊടുത്തത്. മുസ്ലിമിൽ ആൾക്കാർക്ക് തിരഞ്ഞാൽ കിട്ടണല്ല. ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന ഒരു നമ്പർ ഉണ്ടല്ലോ, അതെന്തിനാ നീ മറച്ചു വെച്ചത്? സ്ക്രീനിൽ കാണിക്കുന്ന IPH പുസ്തകമാണ്. ആയിക്കോട്ടെ, ആളുകൾ ഞാൻ എടുത്ത ബുക്കിന്റെ റെഫറൻസ് എന്തിനാ നീ മറച്ചു വെച്ചത്? എവിടെ മറച്ചു വെച്ചു? പിന്നെ ഞാൻ അതൊന്നും ഉദ്ദേശിച്ചിട്ട് മറച്ചു വെച്ചിട്ടൊന്നുമില്ല. ഇജി എന്ത് ഉദ്ദേശം മറച്ചു വെച്ചാലും സ്ക്രീനിൽ കാണുന്നില്ലല്ലോ. നോക്കട്ടെ. ഞാൻ കൊടുത്ത റെഫറൻസ് എന്തിനാ? ഞാൻ അവിടെ ഒരു സ്ക്രീൻഷോട്ട് കാണിക്കുന്നുണ്ട് ആ വീഡിയോയില്. അതില് കാണിക്കുന്നുണ്ട്. ഹദീസ് നമ്പറും കാണിക്കുന്നുണ്ട് അതില്. മറച്ചിട്ടൊന്നുമില്ല. ഹദീസ് നമ്പർ 1500. ഇത് എന്താ പറയാ സംഭവം? റെഫറൻസ് അല്ല പിന്നെ നീ കൊടുക്കേണ്ടത്, അല്ലാതെ നീ വേറൊരു ഹദീസ് അല്ലല്ലോ കൊടുക്കേണ്ടത്. ഞാനൊരു റെഫറൻസ്, ഒരു മിനിറ്റ്, ഞാനൊരു ഹദീസ് റെഫറൻസ് മലയാളത്തിൽ ഷമീറെ കേക്ക്. ഞാനൊരു ഹദീസ് റെഫറൻസ് സ്ക്രീനിൽ അതിനോട്ട് ഉൾപ്പെടെ കാണിച്ചുകൊണ്ട് ഞാൻ കൊടുക്കുമ്പോ ആ സംഭവം അല്ലേ നീ ഹൈലൈറ്റ് ചെയ്യേണ്ടത്? ഞാനും പറഞ്ഞത് അതല്ല ഹൈലൈറ്റ് ചെയ്ത്. ഈ പുസ്തകത്തില്, അതായത് ഞാൻ കാണിച്ചത് സഹീഹ് മുസ്ലിമിന്റെ മലയാളത്തില് ഇവിടെ അച്ചടിച്ച് പബ്ലിഷ് ചെയ്യുന്ന പുസ്തകത്തിലെ സഹീഹ് മുസ്ലിമിൽ നിന്നുള്ള ഒരു പേജാണ്.
അതിങ്ങനെ 2000 ഒരു മിനിറ്റ് പറയട്ടെ, അതിൽ 2241 ഒരു ഹദീസ് തന്നെയല്ല. ഇല്ലല്ലോ. ഇല്ല. അപ്പൊ ഞാൻ അവിടെ കൊടുത്ത ഹദീസ് നമ്പർ അനക്ക് വീഡിയോയിൽ കാണാലോ. ആ ഹദീസ് തന്നെയാണ്. ആ ഹദീസ് നമ്പർ ആളുകൾക്ക് കാണുകയും അതിന്റെ മുകളിൽ ഒരു ഹദീസും കൂടി ഉണ്ട്. 2 ഹദീസ് ചേർന്നാണ് ആ ഹദീസ്. ഈ 2 ഹദീസും അവിടെ വിശദീകരിക്കുന്നുണ്ട്. ആ 2 ഹദീസ് താഴെ മുകളിൽ 2 ഹദീസ് ഉണ്ട്. വെറുതെ കളിയാക്കിച്ചിരിക്കല്ലേ, കൃത്രിമമാണ്. ഇങ്ങനെയാണ് നോണ പടച്ചുണ്ടാക്കിയത്. കേട്ടോ, ഒരു മിനിറ്റ്, ഇനി വിഷയത്തിലേക്ക് വരട്ടെ. വിഷയത്തിലേക്ക് വരട്ടെ. ഉറുമ്പിനെ കൊല്ലൽ എന്ന് പറഞ്ഞിട്ട് ആകെ ഒരു ഹദീസേ ഉള്ളൂ. ഞാൻ അയച്ചുതരാം, ഒറ്റ മിനിറ്റ്. വിഷയത്തിലേക്ക് വരട്ടെ. കളവ് പറഞ്ഞു പോകരുത്. നിങ്ങൾ അയച്ചു തന്ന അതേ സാധനം അങ്ങോട്ട് തന്നെ അയച്ചുതരാം. എനിക്ക് നിങ്ങൾ അയച്ചു തന്നതിന്റെ സ്ക്രീൻഷോട്ട് ഇട്ടോ. അപ്പൊ അത് എനിക്ക് സ്ക്രീൻഷോട്ട് എൻ്റെ അടുത്തുണ്ട് അല്ലെ. അപ്പൊ എനിക്ക് അറിയാം ആ ടൈറ്റിൽ ഏതാണെന്ന്. എന്നാ അതുകൂടി പറയാം. ആ സ്ക്രീൻ റെക്കോർഡ് ഇപ്പൊ എന്റെ അടുത്തും കിട്ടിയില്ലേ? അയച്ചു നോക്ക്. ഉറുമ്പിനെ കൊല്ലൽ, അതാണ് ഹദീസിന്റെ ടൈറ്റിൽ. അവിടെ 2 ഹദീസ്, അതിന്റെ മുകളിലും ഹദീസ് ഉണ്ട്. അതിന്റെ മുകളിൽ ഗൗളിയെ കൊല്ലലുണ്ട്. അത് ഗൗളിയെ കൊല്ലണം. അതുണ്ടേ, അതും ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ. ആയിക്കോട്ടെ. അപ്പൊ കാരുണ്യമാണ്, ദൈവത്തിന്റെ കാരുണ്യം ചർച്ച ചെയ്യല്ലേ ഷമീറെ. അതിന്റെ താഴെ പൂച്ചയെ കൊല്ലലുണ്ട്. പൂച്ചയെ കൊല്ലലോ? കൊന്നാലെന്നാണ്. പൂച്ചയെ കൊന്നാലുണ്ട്. അതന്നെ, എലിയെ കൊന്നാൽ, എലിയെ കൊല്ലുന്നത് സംബന്ധിച്ച്, അല്ലെങ്കിൽ ഗൗളിയെ കൊല്ലൽ, പാമ്പിനെ കൊല്ലൽ, മൃഗങ്ങളെ വെള്ളം കുടിപ്പിക്കൽ, ഇങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. ആയിക്കോട്ടെ, അത് ബന്ധമുണ്ട്, പറഞ്ഞുതരാം. ഇനി കേട്ടോ. ഞാൻ അവിടെ പറയാണ്, അതായത് പാമ്പിനെ, ഗൗളിനെ കൊന്നാല്, ഒരു ഗൗളിയെ ഒറ്റയടിക്ക് കൊന്നാല് സ്വർഗത്തിൽ പോകും അല്ലെ? സ്വർഗത്തിൽ പോകുന്നു. പിന്നെ സ്വർഗത്തിൽ പോകും. അതിന് കൂലി എന്താന്ന് നമുക്ക് നോക്കാം. അബൂ ഹുറൈറയിൽ നിന്ന് നബി പറഞ്ഞു, ഗൗളിയെ 1ാമത്തെ അടിക്ക് തന്നെ കൊല്ലുന്നവന് ഇന്ന നന്മകളുണ്ട്. ശരിയാ, സ്വർഗമല്ല, നന്മയാണ്. അത് പല വിശദീകരണങ്ങളുണ്ട്. കൊല്ലുന്നവന് ഒരു മിനിറ്റ് പറയട്ടെ. എന്തിനാ നീ ഇങ്ങനെ കിടന്ന് അവിടെ പിടയ്ക്കുന്നത്? ഞാനൊന്ന് പറയട്ടെ, ആളുകൾക്ക് മനസ്സിലാവാൻ വേണ്ടിട്ടല്ലേ. കാരുണ്യവാനായ ദൈവമായിരിക്കണം സംസാര വിഷയം. കേട്ടോ, അവിടേക്ക് വരാ. എന്താ ഇങ്ങനെ കഷ്ടപ്പെടുന്ന കേട്ടോ. ഗൗളിയെ കൊല്ലലാണ് അതിന്റെ മുകളിലത്തെ ഹദീസ് അവിടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അത് നീ മറച്ചു വെച്ചു തന്ത്രപരമായിട്ട്. ആയിക്കോട്ടെ, മതി, അത് നോക്ക്. അതാ അടിക്ക് പല്ലിയെ കൊല്ലുന്നവന് 100 നന്മ രേഖപ്പെടുത്തും. 2ാമത്തെ അതിൽ കുറവ്, 3ാമത്തേന് അടിക്ക് കൊല്ലുന്നവൻ അതിനേക്കാൾ കുറവ്. ഒരു അടിക്ക് കൊന്നു കഴിഞ്ഞാല് ഇല്ല, ഇഞ്ചിഞ്ചായിട്ട് കൊല്ലല്ല. അതിന്റെ മുകളിൽ ഇല്ലേ ആ സാധനം? ഇവിടെ യൂട്യൂബില് നീ മറച്ചു വെച്ചത് എന്തിനാന്ന്? ഞാൻ ഈ ഭാഗം ഞാനിപ്പോ ഈ വീഡിയോ കാണിക്കുമ്പോ ഞാൻ യൂട്യൂബില് വെറുതെ ഒന്ന് അടിച്ചു നോക്കാം, പല്ലിയെ കൊല്ലുക എങ്ങനെ. ഇഷ്ടം പോലെ യൂട്യൂബിന് ഒരുപാട് മരുന്ന് ഇറങ്ങിയത് പല്ലീനെ കൊല്ലാനുള്ള ഒരുപാട് മരുന്ന് ഇവിടെ ഇറങ്ങിയത്. ഷമീറെ, അവിടേക്കൊക്കെ വരാം. നീ ഇങ്ങനെ ഇപ്പൊ തന്നെ പഠിച്ചാൽ എങ്ങനെ? അതായത് നീ ഒരു വീഡിയോയിൽ നിന്ന് ഒരു സ്ക്രീൻഷോട്ട് റെക്കോർഡ് ചെയ്യുന്നു, എന്നിട്ട് അതില് ഏത് ദിവസം, ഏത് റൂമിൽ, ഏത് ടൈറ്റിൽ നടന്ന ചർച്ചകൾ എന്ന ഭാഗം ക്രോപ്പ് ചെയ്യുന്നു. കേൾക്ക് ഷമീറെ, നുണയന്മാരും കള്ളത്തരം കാണിക്കുന്നവരോടും അവരോട് സന്ധിയില്ല, മാന്യതയില്ല കേട്ടോ. നീ കാണിച്ചത് വൃത്തികേടാണ്. നീ കേൾക്ക്. നീ ഇപ്പൊ ഇത് തീർക്കണ്ട, നമുക്ക് ഇന്ന് തീരുമാനാക്കേണ്ടത്. ഞാൻ റെഡിയാണല്ലോ. അപ്പൊ ഒന്ന് വെയിറ്റ് ചെയ്യുന്ന കേട്ടോ. എന്നിട്ട് ആ വീഡിയോയുടെ ടൈറ്റിലും ബാക്കി കാര്യങ്ങൾ ക്രോപ്പ് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 2 ഹദീസുകൾ ഞാൻ സ്ക്രീനിൽ കാണിച്ചതിൽ ഒരു ഹദീസ് പൂർണ്ണമായും മറച്ചു കളയുന്ന രീതിയിൽ ഒരു വൈറ്റ് സാധനമൊക്കെ വെച്ചിട്ട് നീല ബോർഡർ ഒക്കെ കൊടുത്ത് അവിടെ സഹീഹ് മുസ്ലിം 2241 ഒരു ഹദീസിന്റെ പ്രധാനപ്പെട്ട ഭാഗം അവിടെ ഉണ്ട്. അവിടെ വെയിറ്റ്. ഞാൻ ഷമീറെ, ഇത് ഞാൻ സംസാരിച്ച ഒരു വിഷയമാണ്. അതിൽ നിന്ന് നീ കട്ട് ചെയ്തെടുക്കുന്നതല്ല. കാര്യം ആ ഹദീസ് വായിച്ചിട്ട് അതിന് നേരെ ഓപ്പോസിറ്റ് പറഞ്ഞു. ഞാൻ സംസാരിച്ചവിടെ പറയട്ടെ, അതിലേക്കാണ് വരുന്നത്. നീ അവിടെ നിൽക്ക്. ഇങ്ങനെ പഠിച്ചാൽ എങ്ങനെ ഷമീറെ? നിങ്ങൾ പഠിക്കല്ലേ? ഞാനല്ലേ വിശദീകരിക്കണം, നീ എന്താ കേൾക്കാത്തത്? നീ എന്റെ വിശദീകരണല്ലേ വേണ്ടത് നിനക്ക്? ഞാൻ പറഞ്ഞു തരാം. നോണ പടച്ചുണ്ടാക്കുന്നവരോട് ഒരു സന്ധിയും ഇല്ല. പറഞ്ഞുതരാം എങ്ങനെയാണ് നിങ്ങൾ ആളുകളെ പറ്റിക്കുന്നത്. എന്തിനാ നിനക്ക് ബുദ്ധിമുട്ടാ? നീ കേൾക്ക്. നീ എന്നെ വിളിച്ചല്ലേ? നീ എന്റെ അടുത്ത് പുറകെ വന്ന് പഠിക്കുന്നതാണ്. നീ കേട്ടിരിക്കും. ഷമീറെ, കേൾക്ക്. അല്ലാതെ വേറെ ഒരു രക്ഷയില്ല.
പറയല്ലേ കാര്യം പറയുമ്പോ കഥ പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾ ഇങ്ങനെ കഥ പറയുന്ന കേൾക്കാനുള്ള സമയമല്ല എന്ന് പറയുന്നത് ഉറുമ്പിനെ കൊല്ലൽ ഇതാണ് ടൈറ്റിൽ. എന്റെ കുട്ടി നിങ്ങൾ പറഞ്ഞ കാര്യമല്ല ഇവിടെ കേൾപ്പിച്ച് 40 സെക്കൻഡിന്റെ പുറത്ത് 10 സെക്കൻഡല്ല 40 സെക്കൻഡ് അവസാനം പറഞ്ഞു നിർത്തുന്നുണ്ട്. ഇതിന് ഇതുപോലെയുള്ള പലതും പറയാണ്ടെന്ന് പറഞ്ഞ് നിർത്തുക. കേട്ടോ ഷമീറെ, കേട്ടോ കേട്ടോ. ഇനി ഇതിനിടയിൽ കയറരുത്. എങ്ങനെയാണ് നിങ്ങൾ ആളുകളെ, അതായത് വിശ്വാസികളെ വഞ്ചിക്കുന്നത്? ഒരു കാര്യത്തിൽ തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ കാര്യം പറയട്ടെ. നീ എന്താ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത്? ഞാൻ പറയുന്നത് ആൾക്കാർ കേൾക്കുന്നത് നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ? അവിടെ നിക്ക്, ഞാൻ പറയട്ടെ. അവിടെ നിൽക്കല്ല, ഞാൻ ഇത് പറയട്ടെ. നീ കാണിച്ച വൃത്തികേടും കൃത്രിമവും ആദ്യം പറയട്ടെ, എന്നിട്ട് നീ അതിന് മറുപടി പറ. നീ അത് എന്തിനു ചെയ്തു എന്നതിന്റെ വിശദീകരണം പറ. ഞാൻ പറഞ്ഞത് അതില് ഞാൻ പറഞ്ഞു ഇത്രയും നേരം. എന്നാ കേട്ടോ, ഇസ്ലാം വിരുദ്ധത മൊത്തം ആളുകളെ കേൾപ്പിക്കാൻ ആ ടൈറ്റിൽ അവിടെ നിൽക്ക് ഷമീറെ, കേൾക്കേണ്ടി വരും. ഞാൻ പറയുന്നത് മൊത്തം തന്നെ കേൾപ്പിക്കേണ്ടത്, അല്ലാതെ നിനക്ക് തോന്നുന്ന പോലെ കട്ടുമുറിച്ചിട്ടല്ല കേൾപ്പിക്കേണ്ടത്. നിങ്ങൾ സംസാരിച്ച പ്രസംഗം 20 മിനിറ്റിന്റെ പ്രസംഗം ഞാൻ കേൾപ്പിക്കാം. ശ്വാസം മുട്ടും, കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. എനിക്ക് ശ്വാസം മുട്ടൂല. ഇപ്പൊ ലിയാഖത്ത് വെറുതെ കഥ പറയാതെ കാര്യത്തിലേക്ക് വാ. കാര്യത്തിലൊക്കെ മറുപടി ആയിട്ടുണ്ടോ? കഥ പറയാ. എന്റെ വൈക്കോലുണ്ടൊക്കെ മാത്രമല്ല ലിയാഖത്ത് ഇപ്പം വൈക്കോലുണ്ട് ഇങ്ങനെ വൈക്കോല് നീ ഉണ്ടാക്കിയത് എങ്ങനെയെന്ന് ഞാൻ ആദ്യം പറയട്ടെ, എന്നിട്ട് ഷമീർ പറ. ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ ആണെന്ന് പറ. ഞാൻ പറഞ്ഞത് അതിന് മറുപടി ഉണ്ടോന്നാ ഞാൻ ചോദിക്കണേ. അത് പറയും, പറയാണ്. നീ ഉണ്ടാക്കുന്ന വൈക്കോലുണ്ടയുടെ പുറകെ വരലല്ല എന്റെ പണി എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി ബഹളം ഉണ്ടാക്കരുത്. ബഹളം ഉണ്ടാക്കുന്നത് പരാജയത്തിന്റെ ലക്ഷണാണ്. നീ എന്നോട് ചോദ്യം ചോദിക്കാൻ വന്നു, ഞാനത് വിശദീകരിക്കുമ്പോ നീ മിണ്ടാതിരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നിന്റെ കള്ളത്തരം പിടിച്ചതിലുള്ള വൈക്ലബ്യാണ് നാട്ടുകാർ മനസ്സിലാവും. അതുകൊണ്ട് നേരെ കേട്ടോ. അപ്പൊ എന്താ നിന്റെ പ്രശ്നം? ഞാൻ ഈ കാര്യം വിശദീകരിക്കുന്നില്ല. എന്റെ വീഡിയോയിൽ നിന്ന് നീ മുറിച്ചെടുത്ത വീഡിയോയിൽ നീ ക്രോപ്പ് ചെയ്ത് പ്രധാനപ്പെട്ട ഭാഗം വേറെ ഒരു സ്റ്റിക്കർ വെച്ച് മറച്ച് കള്ളത്തരം പടച്ചുണ്ടാക്കിയിട്ട് അതിന്റെ പുറകെ മാത്രല്ല ആ വിഷയത്തിൽ ആ ചർച്ചയുടെ ടൈറ്റിൽ ഉറുമ്പിനെ കൊല്ലൽ ആയിരുന്നില്ല, അല്ലല്ലോ? ഉറുമ്പിനെ കൊല്ലലല്ല, ആ വിഷയത്തിന്റെ ടൈറ്റിൽ ഉറുമ്പിനെ കൊല്ലലായിരുന്നോ? അതിന്റെ ആവശ്യമില്ലല്ലോ. അല്ല. അപ്പൊ ഇനി കേട്ടോ, അപ്പൊ എന്തായിരുന്നു വിഷയം? എന്തിനെ കുറിച്ചാണ് സംസാരിച്ചത്? എന്താണ് ഈ ഹദീസ് വെച്ചിട്ട് ഞാൻ പറഞ്ഞത്? നീ കേൾപ്പിച്ചല്ലോ. ഇനി അവിടെ നിൽക്ക്. ഇനി കേട്ടോ, ശ്രദ്ധിച്ചു കേട്ടോ, ശ്രദ്ധിച്ചു കേട്ടോ. ഇങ്ങനെയാണ് നീ ഇതിൽ നിന്ന് ഈ പീസ് അടർത്തി കൊണ്ടുപോകുന്നത്. അതായത് അടർത്തിയെടുക്കുന്ന വീഡിയോയിൽ നിന്ന് ടൈറ്റിലും ഡേറ്റും മാറ്റിവെച്ച് അതേ വിഷയത്തിലുള്ള മറ്റൊരു ഹദീസ് മറച്ചു വെച്ച്, ഞാൻ സംസാരിച്ച വിഷയത്തിലുള്ള മറ്റൊരു ഹദീസ് ആളുകൾ കാണാതിരിക്കാൻ മറച്ചു വെച്ച് ഞാൻ കൊടുത്ത റെഫറൻസ് എഴുതുന്നതിന് പകരം വേറെ ഒരു റെഫറൻസ് നമ്പർ അവിടെ കൊടുത്ത് കൃത്രിമം കാണിച്ച് ഉണ്ടാക്കിയെടുത്ത വീഡിയോ ക്ലിപ്പിൽ നിന്നാണ് പല്ലിയെ കൊല്ലാൻ പഠിപ്പിച്ച പടച്ചോനും ദൈവവും എന്ന് പറയുന്ന ഭാഗം നീ കേൾപ്പിച്ചത്. ഓക്കെ, ഇനി നീ കേൾപ്പിച്ച ഞാൻ അതില് കൃത്യമായിട്ട് ആ ചർച്ച കേട്ട ആളാണ്. ആ ചർച്ച കേട്ടിട്ട് ആ സംഭവത്തിൽ നിങ്ങൾ പറഞ്ഞ ആ ഭാഗം ഞാൻ എന്ത് ചെയ്ത് കട്ട് ചെയ്തെടുത്ത്, എന്നിട്ട് ഈ ഹദീസ് നിങ്ങളോട് ചോദിച്ച്, നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ട് നിങ്ങളോട് ചോദിച്ചിട്ട് നിങ്ങളാണ് എനിക്ക് ആ ഫോട്ടോ അയച്ചത്. അതിൽ ആ ഹദീസ് ഏതാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ സെർച്ച് ചെയ്തപ്പോൾ സഹീഹ് മുസ്ലിമിലുണ്ട്, അതേപോലെ സഹീഹ് ബുഖാരിയിലൊക്കെ ഈ ഹദീസ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഈ സഹീഹ് മുസ്ലിമിൽ നിങ്ങൾ കൊടുത്തത് IPH ആണല്ലോ, അപ്പോൾ ആ സഹീഹ് മുസ്ലിം എന്നാണ് അവർക്ക് കിട്ടിയത്. അതിൻ്റെ ഹദീസ് നമ്പറാണ് ഞാൻ അവിടെ കൊടുത്തത്. ഓക്കെ, ഇനി മറ്റേത് എന്തിനു മറച്ചു വെച്ച്? ആ വിഷയം ഞാൻ അവിടെ സംസാരിച്ചില്ല, പിന്നെ എനിക്ക് എന്തിനാ മറച്ചു വെച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് എന്താ കുഴപ്പമോ? എന്നാ നീ പറഞ്ഞുതരാം കേട്ടോ, എന്താ കുഴപ്പമെന്ന് ഞാൻ പറഞ്ഞുതരാം. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ചും ഇസ്ലാം പഠിപ്പിക്കുന്ന കാരുണ്യത്തിലെ വൃത്തികേടിന്റെ കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത്. അതായത് ഒരു ഉപകാരമില്ലാത്ത ജീവികളെ കൊല്ലാനും കൊല്ലരുതെന്നും പറയാനുള്ള ന്യായങ്ങൾ മതം പഠിപ്പിക്കുന്നതിന്റെ പരിഹാസ്യതയാണ് വിഷയം. ഓക്കെ, അപ്പൊ ഇത് പറയുന്ന കൂട്ടത്തില് ഇത് മാത്രമല്ല, പല്ലിയെ കൊല്ലാൻ കാരണമായിട്ട് പറയപ്പെടുന്നത് ഇബ്രാഹിം നബിയെ തീക്കുണ്ടത്തിലിട്ടപ്പം പിന്നെ ബാക്കി എല്ലാ ജീവികളും ഇത് ഊതിക്കെടുത്താൻ ശ്രമിച്ചപ്പോ പല്ലി വന്ന് ഇത് ഊതി കത്തിക്കാൻ ശ്രമിച്ചു എന്നതിന്റെ പേരിലാണ് പല്ലിയെ കൊല്ലുന്നതൊക്കെ നമ്മളെ വിശ്വാസികൾക്കിടയിൽ കഥയുണ്ട്. അങ്ങനൊന്നും വിശ്വാസികൾക്കിടയിൽ ഒരു കഥയില്ല. ഞാൻ പറയട്ടെ ശരിമരെ, ഈ ഹദീസിൽ ഇപ്പൊ ഈ ഉറുമ്പിനെ കൊല്ലുന്നതിന്റെ തൊട്ട് മുമ്പിലുള്ള ഹദീസില് അബൂ ഹുറൈറയിൽ നിന്ന് നബി പറഞ്ഞു, ഗൗളിയെ ഒന്നാമത്തെ അടിക്ക് തന്നെ കൊല്ലുന്നവന് ഇന്ന നന്മകളുണ്ട്, രണ്ടാമത്തെ അടിക്ക് കൊല്ലുന്നവന് ഒന്നാമത്തേതിന്റെ അത്ര ഇല്ലാത്ത നന്മകളുണ്ട്, അതായത് ഒന്നിനേക്കാൾ കുറവ്, മൂന്നാമത്തെ അടിക്ക് കൊല്ലുന്നവന് രണ്ടാമത്തേതിനേക്കാൾ കുറഞ്ഞ ഗുണമുണ്ട്. മറ്റൊരു റിപ്പോർട്ടിൽ ആദ്യത്തെ അടിക്ക് പല്ലിയെ കൊല്ലുന്നവന് 100 നന്മ രേഖപ്പെടുത്തും.
രണ്ടാമത്തേതിന് അതിന്റെ കുറവും, മൂന്നാമത്തെ അടിക്ക് കൊല്ലുന്നവന് അതിനേക്കാൾ കുറവും രേഖപ്പെടുത്തും. ഇതിൽ ദൈവം പഠിപ്പിച്ച കാരുണ്യം എന്താണ് അതൊന്ന് പറഞ്ഞിട്ട് ഞാൻ കുറുമ്പിന്റെ കഥയിലേക്ക് പറഞ്ഞുതരാം. ഈ ഭാഗമാണ് നീ മറച്ചു വെച്ചത്, ഈ ഭാഗമാണ് നീ സ്റ്റിക്കർ ഒട്ടിച്ച് മറച്ചത്. ഏതാണ് ആ പല്ലി? ഏതാണ് പല്ലി? അന്ന് ആ മരുഭൂമിന്റെ ആ സ്ഥലത്ത് വിഷജന്തുവായിട്ടുള്ള ഒരു പല്ലിയുണ്ട്. ആ പല്ലി വിശദീകരണം കിട്ടിയ അത് ഞാൻ പറഞ്ഞുതരാം. ഈ ആയിഷ ബീവി ഒരു കുന്തൊക്കെ എടുത്തേക്കലുണ്ടെന്ന് പറഞ്ഞ പല്ലീനെ കൊല്ലാൻ വേണ്ടിട്ട്. കുന്തോ, ഈ ഒരു ചെറിയ സാധനത്തിന് കൊല്ലാന് വലിയ കുന്തോ പല്ലീനെ കൊല്ലാൻ. ചെറിയൊരു പല്ലീനെ കൊല്ലാൻ പറഞ്ഞല്ലോ. ഇനി പറ, ഏതാണ് പല്ലി, ഏതാണ് ഹദീസ്? ആ കുന്തത്തിന്റെ ഹദീസ് എന്ന് പറഞ്ഞേ. ഹദീസ് നമ്പർ ഞാൻ നോക്കട്ടെ, ഒറ്റ മിനിറ്റ് നോക്കിട്ട് പറഞ്ഞല്ലോ. അർജന്റീന മുമ്പിലേക്ക് വരാം. ഓക്കെ, നോക്കി പറഞ്ഞാൽ മതി. ഉറുമ്പാണല്ലോ പ്രശ്നം. ഓക്കെ, ഇനി നീ ആ കേൾപ്പിച്ച ഭാഗം ഒന്നുകൂടി കേൾപ്പിച്ചേ, ആളുകൾക്കൊക്കെ വ്യക്തത വരട്ടെ. അടക്കെ ഞാൻ ഇതൊന്നും നിർത്താട്ടെ, എന്നിട്ട് നീ അത് കേൾപ്പിക്ക, ആ ഉറുമ്പിനെ കൊന്ന കഥ. നീ അത് ഞാൻ പറഞ്ഞ ഭാഗം മാത്രമായിട്ട് കേൾപ്പിക്കാൻ എൻ്റെ വഴിയുണ്ടോ? നിന്റെ തഫ്സീർ ഇല്ലാതെ? ഞാൻ ആ ക്ലബ് ഹൗസ് ചർച്ചയിൽ 40 സെക്കൻഡ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ആ 40 സെക്കൻഡ് ഒന്നിച്ച് കേൾപ്പിക്കാൻ എൻ്റെ മാർഗമുണ്ടോ? ആ ഭാഗം മാത്രം 40 സെക്കൻഡ്. അതിന്റെ അടിയിൽ കൂടിയുള്ള എന്റെ വിരകല് വേണ്ട. ആ ഞാൻ പറയണ ഭാഗം ഒറ്റ സ്ട്രെച്ചിൽ കേൾപ്പിക്കേ. ഇത് ഞാൻ പറഞ്ഞുതരാം. നമ്പർ എടുത്താട്ടെ. ഉറുമ്പിനെ വിട്ടോ? ഉറുമ്പ് അടക്ക്. ഇത് എന്തായാലും പറഞ്ഞല്ലേ, അതും കൂടി കേൾപ്പിച്ചു തരാം. എന്നാലല്ലേ ഇപ്പൊ നമുക്ക് ഒന്നുകൂടി സുനൻ ഇബ്നു മാജ ഹദീസ് നമ്പർ നിർത്താട്ടെ. നീ പ്രധാന വിഷയത്തിലേക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടോ? സമയം പോലെ എടുത്താൽ മതി, ഒരു അർജന്റും ഇല്ല. ഇല്ലാന്ന് പറഞ്ഞോണ്ട് വേറെയും തരാം. എനിക്ക് ഹദീസ് നമ്പർ ഉള്ളത് ഞാൻ വേറെ തരാം. എന്തിനാ അങ്ങനെ കഷ്ടപ്പെടുന്നത്? ആയിക്കോട്ടെ, നമുക്കത് തെരഞ്ഞിട്ട് കിട്ടില്ല. ഞാൻ ഒരു ഹദീസ് നമ്പർ പറയാം, അടുത്തോ. മുസ്ലിം 1572 സുന്ന.com എടുത്തോ. സുനൻ ഇബ്നു മാജ 32-31. എത്രയാണ്? 32-31. ഒരാൾ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, നിങ്ങൾ കയ്യിലുള്ള ഈ ചെറിയ കുന്തം എന്തിനുള്ളതാണ്? ആയിഷ റളിയല്ലാഹു അൻഹ മറുപടി പറഞ്ഞു, ഞങ്ങൾ ഇതിനെ പല്ലികളെ കൊല്ലാൻ ഉപയോഗിക്കുന്ന ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പല്ലികളെ കൊല്ലാൻ കൽപ്പിച്ചു. കാരണം ഇബ്രാഹിം നബിയെ തീയിലിട്ടപ്പോൾ അത് ആളിക്കത്താൻ പല്ലി ഊതുകയുണ്ടായിരുന്നു. അടിപൊളി. ഞാൻ പറഞ്ഞതിനും കൂടി തെളിവ് കൊടുന്നു. വെരി ഗുഡ്. അപ്പൊ ഇതിന് ഒരു കുന്താണ് പറഞ്ഞത്. കേട്ടോ, ശ്രദ്ധിച്ച് കേട്ടോ. പല്ലിയെ കൊല്ലാൻ കുന്ത ഉപയോഗിച്ചു എന്നാണ് പറയണത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നീ തീരുമാനിക്കുകയാണ് പല്ലി വലുതായിരുന്നു, ദിനോസറിനെ പോലെ ആയിരുന്നു. പല്ലി ദിനോസറിനെ പോലെ ഒന്നും ഞാൻ പറഞ്ഞില്ല. പിന്നെ എന്തായാലും അത്യാവശ്യം വലുപ്പമില്ലാത്ത ഒരു പല്ലിനെ കുന്തം കൊണ്ട് എന്തായാലും ആരും. ആയിഷയുടെ പ്രായം എത്രയായിരുന്നു അറിയാം എനിക്ക്? ആയിഷ ബീവി നമ്മളൊക്കെ ചെറിയ കുട്ടികളാകുമ്പോഴേ പറഞ്ഞുതരാം. കേട്ടോ ഷെമിറെ, നമ്മളൊക്കെ ചെറിയ കുട്ടികളാകുമ്പോഴേ അമ്പും വില്ലും ഉണ്ടാക്കി കളിക്കും. അതില് അമ്പും വില്ലും ഒക്കെ എങ്ങനെയാന്ന് വെച്ചാൽ, വില്ല് എന്ന് പറഞ്ഞാൽ നമ്മളെ വലിയ ഈർക്കിളി നീളത്തിൽ വെച്ചിട്ട് നമ്മൾ കെട്ടും. എന്നിട്ട് അതിന് ഒരു കുഞ്ഞു ഈർക്കിളി വെച്ചിട്ട് നമ്മൾ വില്ല് കൊലക്കും, അല്ല അമ്പായിട്ട് ഉപയോഗിക്കും. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ആ ചെറിയ പ്രായത്തിൽ അതൊക്കെ വലിയ അമ്പും വില്ലുമാണ്. എന്നതുപോലെ ഈ 10 വയസ്സും 12 വയസ്സുള്ള ആയിഷനെ സംബന്ധിച്ച് ഒരു ചെറിയ കമ്പും അല്ലെങ്കിൽ ചെറിയൊരു ഇരുമ്പിന്റെ എന്തെങ്കിലും സാധനമൊക്കെ അത് വലിയ കുന്തായിരിക്കും.
അതൊന്നല്ല, ബാക്കിയുള്ളവരല്ലേ ചോദിക്കണത്. ആര് ചോദിക്കുന്നത്? എന്ത് ചോദിക്കുന്നത്? ഇതിലിപ്പോ ഈ പറഞ്ഞ പല്ലി ഹലാക്കിന്റെ പല്ലിയായിരുന്നു, വിഷമുള്ള പല്ലി. എന്തൊക്കെ ഇതൊക്കെ എവിടെ നിനക്ക് കിട്ടിയത്? നീ എവിടെ കൊടുന്നത്? പല്ലി ഇബ്രാഹിം നബിയിലെ തീയിലിട്ടപ്പോ ഇബ്രാഹിം നബിയെ തീയിലിട്ടപ്പോ പല്ലിയെ ഊതിയ പല്ലിയാണ്, അതുകൊണ്ടാണ് കൊല്ലുന്നത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞപ്പോ അങ്ങനെയൊന്നും വിശ്വാസികൾക്കിടയിൽ ഇല്ല എന്ന് പറഞ്ഞ് ഇപ്പം ഇബ്നു മാജിന്ന് തെളിവ് വായിച്ചു. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഇനി ഈ പല്ലീനെ, അതായത് ആയിഷ നബി എന്ന് ലിയാക്കത്ത് പറഞ്ഞു നബിയ എന്നുള്ള തെളിവ് വയ്ക്കരുത് കേട്ടോ. എന്റെ ഈ പല്ലിവാലൊക്കെ എന്റെ കയ്യിൽ വെച്ചാൽ മതി. ഇനി കേട്ടോ, ഈ മണ്ടത്തരം എന്നൊക്കെ പറഞ്ഞാൽ എത്ര ആഴത്തിലുള്ളതാണെന്നും നുണ പടക്കുമ്പോ എങ്ങനെ അബദ്ധം പറ്റുന്ന ഞാൻ പറഞ്ഞുതരാം. ആയിഷ ബീവി കുന്തം കൊണ്ടാണ് പോലും പല്ലീനെ കൊന്നിരുന്നത്. ആ പല്ലീനെയാണ് ഒറ്റ അടിക്ക് കൊന്നാല് അള്ള കുറെ സ്വർഗം തരാന്ന് പറഞ്ഞത് അല്ലേ ഷമീറെ? കുല്ലം കൊണ്ട് കൊല്ലാവുന്ന വിഷജീവിയായിട്ടുള്ള വലിയ പല്ലീനെ ഒറ്റയടിക്ക് കൊന്ന കൂലി കൊടുക്കാന്ന് പഠിച്ച മതി. ഈ കുന്തം കൊണ്ട് ഇതൊക്കെ ആരോടെ ഷമീറെ പറയണത്? അവിടത്തെ നീ പറഞ്ഞല്ലോ, നീ ഇപ്പൊ ഈ ഹദീസില് അത് വിഷജീവിയായിരുന്ന വലിയ പല്ലിയായിരുന്നു, അത് ഭയങ്കര ഭീകരമായിട്ടുള്ള പല്ലിയായിരുന്നു ഒക്കെ എവിടെ തെളിവ്? നീ ഇപ്പൊ വായിച്ചില്ല. കുന്തം കൊണ്ട് ഒരു ചെറിയ പല്ലിനെ എന്ത് കുന്തം കൊണ്ടാ കൊന്നീന്ന് പറ. അതന്നെ അവിടെ കുന്തന്നാണുള്ളത്. അപ്പൊ എന്തായാലും വലിപ്പമുള്ള ഒരു വടിയായിരിക്കും. ഏതാണ്? എത്രയാ പറഞ്ഞ നീ ഹദീസ്? നമുക്ക് ഒന്നുകൂടി വായിക്കാം ഹദീസ്. 32-31 സ്ക്രോൾ ചെയ്ത് അവിടെ ഒരു മിനിറ്റ്. 32-31 എന്നിട്ടെന്താ? ഹൗസ് ലിസാർഡ് എന്നാണ് പക്ഷെ 32-29 പറയണത് ഷമീറെ. ആയിക്കോട്ടെ, വീട്ടിലൊക്കെ കാണുന്ന പല്ലി, വീട്ടിലൊക്കെ വരുന്നതാണ് അവരെ നാട്ടിൽ. ഹൗസ് ലിസാർഡ് എന്ന് പറഞ്ഞാൽ എന്താ അറിയാം എനിക്ക്? നമ്മളെ വീട്ടിൽ വരുന്ന നമ്മളെ വീട്ടില് ഈ ചുമരിലൊക്കെ പറ്റി പിടിച്ച് നിൽക്കുന്ന അറേബ്യയിലുള്ള സാധനമാണ്. അറേബ്യത്തെ വീടുത്തെ പല്ല് വേറെ ആയിരിക്കും. നിനക്ക് എന്തായാലും ഹൗസ് ലിസാർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടില് എന്ന് ആ പല്ലി ഏതാ? അതിന്റെ ഫോട്ടോ അയച്ചാ എനിക്കറിയോ ഫോട്ടോ? ഹൗസ് ലിസാർഡ് വിത്ത് വൺ ബ്ലോ എന്ന് പറഞ്ഞ എന്താ? ഒറ്റയടിക്ക്. ഒറ്റയടി എന്ന് പറഞ്ഞാ മുടിഞ്ചിലായാലും മതി. വിരലിങ്ങനെ വെച്ചിട്ട് വിൽ ഹാവ് സച്ച് ആൻഡ് സച്ച് റിവാർഡ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ വളരുന്ന അല്ലെങ്കിൽ വീടില് ഹോം ലിസാർഡ് എന്നാണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, ഇനി നീ പറഞ്ഞ ഹദീസിലേക്ക് വരാം. ഓ മദർ ഓഫ് ബിലീവേഴ്സ്, വാട്ട് ഡു യു വിത്ത് ദിസ്? ഷീ സെഡ്. ഒരു മിനിറ്റ്. ഇതിനകത്ത് I was narrated to Fakr bin Muhammad that was she entered upon Aisha saw a spear in her house. അപ്പൊ ചോദിക്കരുത് എന്തിനുള്ളതാണെന്ന്. അപ്പൊ പല്ലിനെ കൊല്ലാനുള്ളതാണെന്ന് പറഞ്ഞു. ഇതിൽ എവിടെയാണ് വലിയ പല്ലി, വിഷമുള്ള പല്ലി എന്നൊക്കെ എവിടെ നിൽക്ക്? അതല്ലേ ഞാൻ പറഞ്ഞത്, ഉപദ്രവകാരി പറഞ്ഞല്ല ഹദീസിലില്ലാന്ന്. ഇത് ഉപദ്രവകാരി ആയോണ്ടല്ലേ അതിനെ കൊല്ലുന്നത്? അതില്ല, ഹദീസിലില്ലാന്ന്. ഇത് ഉപദ്രവകാരിയായ പല്ലിയാണെന്നൊന്നും ഹദീസിലില്ലേ. പല്ലി ചെയ്ത ഉപദ്രവം എന്താന്ന് ആ ഹദീസിൽ തന്നെ ഉണ്ട്. അതിനും കറിയിലൊക്കെ വീണ് കഴിഞ്ഞാൽ ഇത് നമ്മള് കഴിച്ചു കഴിഞ്ഞാൽ എന്താവും? ഷമീറെ, പല്ലിനെ എന്തുകൊണ്ട് കൊല്ലാൻ കൽപ്പിച്ചു എന്ന് അതേ ഹദീസിൽ ഇല്ല ഷമീറെ. അതൊരു കാരണം മാത്രമാണ് പറഞ്ഞത്. ആ കാരണം മാത്രമേ ഉള്ളൂ. വേറെ ഏതാ കാരണം? വിഷമാണ്, ഭക്ഷണത്തിൽ വീണ പ്രശ്നമാണ്. ഈ കാരണം എനിക്ക് എവിടുന്ന് കിട്ടി? അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. ഈ പറഞ്ഞ പല്ലി കുന്തം കൊണ്ടൊക്കെ കുത്തി കൊല്ലേണ്ട പല്ലി കുഞ്ഞി മൺകലത്തിൽ ഉണ്ടാക്കണ ഭക്ഷണത്തിന്റെ ഉള്ളിൽ വീഴുവോ ഷമീറെ? ഭക്ഷണത്തിലേക്ക് കേറൂലേ? കേറുവോ? വീഴുവോ? ചാൻസ് ഇല്ലേ? ബിരിയാണി ചെമ്പിലൊക്കെയാണ് ആവാ. എന്തൊക്കെ ഈ പറയണത്? ഒന്നാണ് കണക്ട് ആയി കിട്ടുന്നില്ലല്ലോ ഷമീറെ. എന്തായിക്കോട്ടെ, നിക്ക് വി കിൽ ദീസ് ഹൗസ് ലിസാർഡ് എന്ന് അതിലും കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഹൗസ് ലിസാർഡ് ആയിക്കോട്ടെ. ഹൗസ് ലിസാർഡ് വീട്ടിൽ വളർന്ന പതി. ഫോർ ദ പ്രോഫറ്റ് ഓഫ് അല്ലാഹ് ടോൾഡ് us that. ഒരു മിനിറ്റ് നിക്ക്. പല്ലീനെ കൊല്ലേണ്ട കാരണം ആയിഷ ബീവി പറഞ്ഞിട്ടുണ്ട്. ഷമീറെ ബഹളം വെക്കല്ലേ പ്ലീസ്. ആയിഷ ബീവി എന്തുകൊണ്ടാണ് ആ പല്ലിനെ കൊല്ലുന്നെന്ന് പറയുന്നുണ്ട്. അത് ഈ വിഷമായതുകൊണ്ടാണെന്ന് കഞ്ഞിൽ വീഴുന്ന് പേടിച്ചിട്ടൊന്നല്ല. പക്ഷെ ആയിഷ ബീവി പറഞ്ഞു കൊടുക്കണം എന്താണ്, ഞങ്ങൾ ഈ വീട്ടിൽ വളർത്തുന്ന വീട്ടിലുള്ള ഈ പല്ലികളെയൊക്കെ കൊല്ലും കാരണം കൊണ്ട്. എന്തിന്? നബി പറഞ്ഞ കാരണം കൊണ്ട്. എന്താ നബി പറഞ്ഞത്?
told us that when Ibrahim was thrown into the fire, there was no beast on the earth that did not try to put it out, apart from the house lizard that blow in it. അതാണ്. അപ്പൊ ആ ഇബ്രാഹിം നബീനെ എങ്ങനെങ്കിലും തീക്കുണ്ടത്തുനിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കി എല്ലാ ജീവികളും ശ്രമിക്കണമെങ്കിൽ പല്ലി ഈ തീക്കുണ്ടത്തിന്റെ അടുത്ത് ഇത്തിരുന്ന ഊതായിരുന്നു പോലും ഈ ആളി കത്തിക്കാൻ വേണ്ടിയിട്ട്. ആ കാരണം കൊണ്ടാണ്. സോ ദ മെസഞ്ചർ ഓഫ് അള്ളാഹ് കമാൻഡഡ് ദാറ്റ് ദേ ഷുഡ് ബി കിൽഡ്. അക്കാരണം കൊണ്ട് നബി പല്ലിനെ കൊന്നാൽ കൂലി ഉണ്ട് എന്ന് കൽപ്പിച്ചു. ഇതിൽ ഇജ്ജ് പറഞ്ഞ വലിയ പല്ലിയില്ല, വിഷവുമില്ല, അത് പിന്നെ വേറെന്തെങ്കിലും കാരണം കൊണ്ടുമല്ല, ഭക്ഷണം വീഴുന്നുള്ള പേടിയുമല്ല. കാരണം ഇബ്രാഹിം നബിയുടെ തീയിലിട്ടപ്പോ തീക്കുണ്ടം ഊതി കത്തിക്കാൻ ശ്രമിച്ചു എന്ന കുറ്റത്തിനാണ് പല്ലിയെ ലോകാവസാനം വരെയുള്ള മനുഷ്യന്മാരൊക്കെ കൊന്ന കൂലി ഉണ്ട് എന്ന് വിശ്വസിക്കുന്നത്. ഈ അന്ധവിശ്വാസത്തെയാണ് അവിടെ ചോദ്യം ചെയ്യുന്നത്. ഇനി നീ ഉറുമ്പിലേക്ക് ഇനി നിക്ക് ഷമീറെ, ഞാൻ ഒരു ഹദീസ് കൂടി വായിച്ചുതരാം. ആ ഹദീസും കൂടി നീ വായിക്ക്. ആ ഹദീസ് 22:51 ഒരു മിനിറ്റ് കേട്ടോ. കറുത്ത പട്ടികളെ കൊല്ലാനേ നബി കൽപ്പിച്ചിട്ടുണ്ട്. 1572 സഹീഹ് മുസ്ലിം. ഒന്ന് വായിച്ചേ. Allah's messenger ordered us to kill dog, and we carried out this order so much so that we also killed the dogs coming with a woman from the desert. Then Allah's apostle forbade their killing. He said, "It is your duty to the jet black dog, having 2 spots on, for it is a devil." അപ്പൊ കറുത്തതിന്റെ മുകളില് 2 വെളുത്ത പുള്ളിയുള്ള കറുത്ത പട്ടികളെ കൊല്ലാൻ പറഞ്ഞു. കാരണമല്ല, കറുത്ത പട്ടികൾ പറഞ്ഞ പിശാചാണ്. ഈ കാരണം കൊണ്ട് കറുത്ത പട്ടീനെ കൊല്ലാൻ പറഞ്ഞു. നബി പറഞ്ഞു. ഓക്കെ, കറുത്ത പട്ടി പിശാചാണല്ലോ അല്ലെ, ആയിക്കോട്ടെ. എന്റെ വീടിന്റെ മുമ്പിൽ ഒരു കറുത്ത പട്ടിയുണ്ട്, 2 വെള്ള പുള്ളിയുണ്ട് അതിന്റെ മേലില്. ഞാൻ അതിനെ കാണുമ്പോ എന്റെ കയ്യിലുള്ള ബിസ്ക്കറ്റ് എന്തെങ്കിലുമൊക്കെ കൊടുക്കും. അതിനെ കാണുമ്പോ നല്ലോണം വാലാട്ടോടെ നിൽക്കും. അതിന്റെ കുറച്ച് കുട്ടികൾ ഉണ്ടായിരുന്നു, 2-3 കുട്ടികൾ. ഞാൻ അതിന് ഫുഡ് കൊടുക്കുന്ന വീഡിയോ ഒക്കെ എന്റെ കയ്യിലുണ്ട്. ഓക്കെ, ഇനി ഞാൻ ആ ഉറുമ്പിന്റെ കേസിൽ അപ്പൊ ഇതൊക്കെ വിശദീകരിക്കണം കേട്ടോ. നമ്മള് അള്ളാഹു ഓരോരോ ജീവികളെ കൊല്ലാനും കൊല്ലാതിരിക്കാനും പറഞ്ഞ കാരണങ്ങളൊക്കെ അതിന്റെ പരിഹാസ്യത വിശദീകരിക്കായിരുന്നു ആ വീഡിയോയിൽ. ആ കൂട്ടത്തിൽ വായിച്ച ഒരു ഹദീസാണ് ഈ മറച്ചു വെച്ച ഹദീസ്. നമ്മൾ പല്ലിയുടെയാണ്, അതിന്റെ താഴെയുള്ള ഹദീസാണ് ഈ ഉറുമ്പിന്റെ. ഇനി അതൊന്ന് വായിക്കും. ഇനി അതൊന്ന് ഞാൻ പറഞ്ഞ ഭാഗം മാത്രം ഒന്ന് കേൾപ്പിക്കാൻ എന്റെ അടുത്ത് സാധനം ഉണ്ടോ? ആ 40 സെക്കൻഡ് ഈ കട്ട് മുറിച്ചത് കഴിച്ചിട്ട് ബാക്കി കേൾപ്പിക്കും. ഭയങ്കര കാരുണ്യമാണ്. അതിനെ തൊട്ട് ഉറുമ്പിനെ കൊണ്ട് അവിടുന്ന് പറഞ്ഞു, പ്രവാചകന്മാരിൽപ്പെട്ട ഒരു പ്രവാചകൻ ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കാനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ ഒരു ഉറുമ്പ് കുത്തി. അദ്ദേഹത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് അദ്ദേഹത്തിന്റെ യാത്രാ സാമഗ്രികൾ അവിടെ നിന്ന് എടുത്തു മാറ്റി. അനന്തരം അദ്ദേഹം കൽപ്പിച്ച പ്രകാരം മുഴുവൻ ഉറുമ്പുകളടക്കം അതിന്റെ പുറ്റു ചുട്ടുവരിച്ചു. അപ്പോൾ അള്ളാഹു അദ്ദേഹത്തിന് മോചനം നൽകി. ആ ഉറുമ്പിനെ മാത്രം കൊന്നാൽ മതിയായിരുന്നു. അത് അള്ളാഹുവിന്റെ കാരുണ്യാണ്. കേട്ടല്ലോ? മതം, ഒരു ദൈവം, ഈ നന്മയൊക്കെ അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ അതുപോലെ ചെയ്യാൻ കഴിയുമോ എന്നാണ് പ്രാഥമികമായി ചോദിക്കുന്നത്. ഓരോരുമായിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് ഞാൻ അടുത്ത റൗണ്ടിൽ വരാം. മതി, കേട്ടു, മനസ്സിലായി. ഷമീർ കേട്ടോ, ഇനി ഷമീർ കേട്ടോ. നമ്മള് പല്ലീനെ കൊന്ന കഥയും വായിച്ചു, പട്ടീനെ കൊല്ലാൻ കൽപ്പിച്ചതും വായിച്ചു. എന്നതിന് ശേഷം അതിന് താഴെ വേറൊരു സംഭവം ഒരു ഹദീസിൽ നിന്ന് വിശദീകരിക്കുകയാണ്. അവിടെ ഇസ്ലാം അല്ലെങ്കിൽ അള്ളാഹു ഉറുമ്പിനെ കൊല്ലാൻ പഠിപ്പിച്ച മതമാണ്, ഇസ്ലാം ഉറുമ്പിനെ കൊല്ലാൻ പഠിപ്പിച്ച മതമാണ്, അള്ളാഹു അങ്ങനെ കൽപ്പിച്ചു എന്ന് ലിയാക്കത്ത് നുണ പറഞ്ഞു എന്നത് നീ സൃഷ്ടിച്ചുണ്ടാക്കിയ നുണ മാത്രമാണ്. ഇങ്ങനെയാണ് നുണ സൃഷ്ടിച്ചുണ്ടാക്കിയത്. കേട്ടോ, ശ്രദ്ധിച്ചു കേട്ടോ. ഈ അതായത് ഒരു ലോജിക്കും ഇല്ലാത്ത ഓരോരോ ന്യായം പറഞ്ഞിട്ട് ജീവികളെ കൊല്ലുന്നതിനെ ന്യായീകരിക്കുന്ന ഒരു കാരുണ്യം. ഈ കാരുണ്യത്തിൽ ഈ ഹദീസ് വായിക്കുന്നിടത്ത് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഒരു മുൻ പ്രവാചകന്മാരിൽപ്പെട്ട ഒരു പ്രവാചകന്റെ പേരില്ല ഇവിടെ. ആ പ്രവാചകൻ ഒരു മരച്ചോട്ടിൽ വിശ്രമിക്കുമ്പോൾ ആ പ്രവാചകന്റെ ദേഹത്ത് ഒരു ഉറുമ്പ് കുത്തി.
ആ ഉറുമ്പിനെ കുത്തിയ ദേഷ്യത്തിൽ ഒരു പ്രവാചകൻ അവരുടെ സാധനങ്ങളൊക്കെ അവിടുന്ന് മാറ്റിവെച്ച് ആ ഉറുമ്പിൻ കൂടിന് തീയിട്ടു. ഇതാണ് പ്രവാചകനായി നിയോഗിച്ച ഒരാളുടെ സഹിഷ്ണുത, ഒരാളുടെ കാരുണ്യം. ഹദീസിലുള്ളതാണ്. ആ ഹദീസിലുള്ളതാണ്. കൽപ്പിച്ചു എന്നാണ്. എങ്ങനെ കൽപ്പിച്ചു എന്നാണ് അതിലുള്ള ഹദീസിൽ. ആ ഇട്ടു എന്നല്ല. ആയിക്കോട്ടെ, ഉറുമ്പിൻ കീനോട് കൽപ്പിച്ചു. ആ അപ്പൊ തീയിടാൻ കൽപ്പിച്ചു എന്നാണ്. ആരോട്? അനുചരന്മാരോട് കൽപ്പിച്ചു. അപ്പൊ അത് ചെയ്തിട്ടില്ലേ? അപ്പോഴാണ് എന്ത് ബോധനം ചെയ്തിട്ടില്ലേ? ചെയ്തിട്ടുണ്ട് അവിടെ ഹദീസില്. ആ ഹദീസ് ഒന്ന് വായിച്ചാ? ഹദീസ് ഒന്ന് വായിക്കേ. നിങ്ങളല്ലേ ഷമീറ, നിങ്ങളല്ലേ കട്ടുമുറിക്കണം. അപ്പൊ ആ ഭാഗമൊക്കെ ഞാൻ വായിച്ച ഭാഗം നീ എവിടെ കേൾക്കെന്താ ചെയ്തു അല്ലേ? ഈ ആള് മുതലാണ് കേട്ടോ ഷമീറെ. ഞാനിവിടെ കട്ട് ചെയ്ത് വായിച്ചു. ആ ചുട്ട് കരിച്ചു അതിനകത്തില്ല. ഉറുമ്പ് കൂടി അങ്ങനെ എടുക്കുക. അവിടെ നിന്ന് എടുത്തു മാറ്റി അനന്തരം ആ കൽപ്പിച്ച പ്രകാരം മുഴുവൻ ഉറുമ്പുകളടക്കം അതിന്റെ പുറ്റ് ചുട്ട് കരിച്ചു എന്നാണ് അതിലുള്ളത്. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? ഓക്കെ, ഇതല്ലാത്ത ഹദീസിൽ അപ്പൊ എന്താ അർത്ഥം? ഇതല്ലാത്ത ഹദീസിൽ കാണാം അവര് കൽപ്പിച്ചു നിർദ്ദേശിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഷമീറ, ഞാൻ വായിച്ച ഹദീസില്, സഹീഹ് മുസ്ലിമിന്ന് ഞാൻ വായിച്ച ഹദീസില് അങ്ങനെ പ്രവാചകന്റെ നിർദ്ദേശം അനുസരിച്ച് അനന്തരം അദ്ദേഹത്തിന്റെ കൽപ്പന പ്രകാരം മുഴുവൻ ഉറുമ്പുകളടക്കം അതിന്റെ പുട്ട് ചുറ്റ് കരിച്ചു എന്നില്ലേ? ഇല്ലേ? ഉണ്ട്. അപ്പൊ ഒരു പ്രവാചകന്റെ ലോജിക്കാണ് വർക്ക് ചെയ്യുന്നത് വിശദീകരിക്കുന്നത്. പറയട്ടെ ഷമീറെ, പറയട്ടെ. ഇത് കേട്ടിട്ട് ഇജ്ജ് പോയാ മതി. ഷമീറെ, ഞാൻ പറഞ്ഞുതരാം. കേട്ടോ. ഒരു ദൈവം പ്രവാചകനായി നിയോഗിച്ച ഒരു മനുഷ്യൻ, അയാൾ മരച്ചോട്ടില് ഉറുമ്പ്, ഞാൻ ഇതൊക്കെ വിശദീകരിക്കുന്നുണ്ട് ആ വീഡിയോയില്. ആ വാക്ക് കട്ട് ചെയ്ത് ഞാൻ കിട്ടിയിട്ടില്ലല്ലോ, ആ വീഡിയോ കിട്ടിയിട്ടില്ലല്ലോ. വെയിറ്റ് ചെയ്യേ, എന്തെങ്കിലും കണ്ടുപിടിച്ച് കൊണ്ടുവരാം. വെയിറ്റ് ചെയ്യേ, ഞാൻ പറയട്ടെ. അത് കണ്ടുപിടിക്കാതിരിക്കാനാണല്ലോ ഈ നുണ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇതിന്റെ സോഴ്സ് ഒക്കെ കട്ട് ചെയ്ത് കളയുന്നത്. സോഴ്സ് ഞാൻ തന്നില്ലേ? നീ കട്ട് ചെയ്ത് കളഞ്ഞു, നീ മുറിച്ചു കളഞ്ഞു. നീ സോഴ്സ് നീ ഒരു പീസ് അടർത്തി എടുത്ത് ഇനി ഇത് വിശദീകരിക്കും. ഇനി ഹദീസ് ഇനി ഈ ഹദീസ് വിശദീകരിച്ച കണക്ക് കേൾക്ക്. തെളിവ് നശിപ്പിച്ചു, കൃത്രിമം കാണിച്ചു, ഓട്ടിമാറ്റി, എല്ലാ പരിപാടിയും ചെയ്തു. ഈ ഹദീസ് ഞാനൊന്ന് പറയട്ടെ ഷമീറെ, ഈ ഹദീസ് ഞാനൊന്ന് വിശദീകരിക്കട്ടെ. അതുവരെ ഞാൻ ഈ പറഞ്ഞതിനോട് ഞാൻ ഷമീറെ ഈ ഹദീസ് ഞാനൊന്ന് വിശദീകരിക്കട്ടെ. ഞാനിപ്പോ ഒരു ഉറുമ്പിനെ കൊല്ലാൻ ദൈവം അള്ളാഹു എന്നൊക്കെ പറഞ്ഞതാണല്ലോ എന്റെ വലിയ പ്രശ്നം. മതം എന്ന് നിങ്ങൾ പറഞ്ഞോ? തിരിച്ചു പറഞ്ഞല്ലേ മതം എന്ന് പറഞ്ഞാൽ അള്ളാഹു കൽപ്പിക്കുന്ന എന്തോ അതന്നെയല്ലേ മതം അല്ലെ? അള്ളാഹു കൽപ്പിച്ചോ? അപ്പൊ പിന്നെ അള്ളാഹു എന്ന് പറഞ്ഞാലും പ്രവാചകൻ എന്ന് പറഞ്ഞാലും ഇനി ഉറുമ്പിനെ ചുട്ടു കൊല്ലാൻ കൽപ്പിച്ച ദൈവം, പ്രവാചകൻ, മതം, ഇതല്ലേ പറഞ്ഞ പ്രശ്നം. ഈ മൂന്ന് ഞങ്ങൾക്ക് വിശദീകരിച്ചു തരാം. വെയിറ്റ് ചെയ്തോ. ഓക്കെ, ഇവിടെ ഒരു ഉറുമ്പ് ഉള്ള സ്ഥലത്ത് പോയിട്ട് ആ പാവപ്പെട്ട ജീവികൾ, ഒരു ഉറുമ്പ് ഒരു മരത്തിന്റെ ചോട്ടിൽ കൂട് കൂട്ടി അവിടെ പുറ്റുണ്ടാക്കി താമസിക്കുമ്പോൾ പുറ്റ് പോലും ശ്രദ്ധിക്കാതെ അവിടെ പോയി മൂടും കുത്തിയിരുന്ന പ്രവാചകന്റെ ബോധം ഒന്ന് ആലോചിച്ച് നോക്കുക, സാധന സാമഗ്രിയൊക്കെ വെച്ചിട്ട്. എന്നിട്ട് ആ ഉറുമ്പിൻ കൂട്ടിൽ പോയിരുന്ന ഉറുമ്പ് കടി കൊള്ളും എന്നുള്ളത് ഏത് സാമാന്യ ബുദ്ധിക്കും അറിയാം. നമ്മളൊക്കെ ഉറുമ്പ് കടിക്കും. ചിലപ്പോൾ നമ്മളെ കടിക്കുന്ന വേദനയിൽ ചിലപ്പോൾ ആ കയ്യിൽ ആ ചൊറിയുന്ന ഭാഗത്ത് കടിയുള്ള വേദത്ത് നമ്മൾ വരുത്തുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് ആ കടിച്ച ഉറുമ്പ് അല്ലെങ്കിൽ അതിന്റെ അപ്പുറപ്പുള്ള ഉറുമ്പൊക്കെ ചാവും. അത് സ്വാഭാവികമായിട്ടുണ്ടാവുന്ന റിയാക്ഷനാണ്. അതിന് പകരം ഈ പ്രവാചകൻ ഉത്തരവിടുകയാണ്, അവരെ സാധനങ്ങളൊക്കെ മാറ്റി ആ ഇന്ന ഒരു ഉറുമ്പ് കടിച്ചു, അതുകൊണ്ട് ഈ ഉറുമ്പും കൂടിന്റെ പുറ്റ് ഉൾപ്പെടെ കത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രവാചകൻ ഉത്തരവിട്ടു. വിട്ടില്ലേ? ഉത്തരവിട്ട പ്രവാചകൻ. ശരിയല്ലേ? കറക്റ്റല്ലേ? ഓക്കെ. എന്നിട്ട് അള്ളാഹു അണിഞ്ഞപ്പോ എന്റെ പ്രശ്നം. അപ്പൊ ആയത്തിറക്കി കൊടുത്തു, അല്ലെ? ഉദ്ബോധനം കൊടുത്തു. അങ്ങനെയൊന്നും ചെയ്യരുത്, അതൊക്കെ മോശാണ്. അപ്പൊ അള്ളാഹുവിന്റെ കാരുണ്യം അവിടെ വന്നു. എന്താണ് കാരുണ്യം വന്നത്? എന്തിനാണ് എല്ലാത്തിനെയും കൊന്നത്? ആ ഒരു ഉറുമ്പിനെ മാത്രം കൊന്നാ മതിയായിരുന്നില്ലേ എന്നാണ് അള്ളാഹ് ബോധനം കൊടുത്തത്, അല്ലേ? അപ്പൊ അള്ളാഹ് കൊല്ലാൻ കൽപ്പിച്ചില്ലേ? എന്തുകൊണ്ടാണ്? ആ കടിച്ച ഉറുമ്പിനെ കൊന്നാ മതി. ആ ഉറുമ്പിനെ അല്ലാതെ പിന്നെ മൊത്തത്തിൽ നശിപ്പിക്കരുതെന്നല്ലേ പറഞ്ഞേ? നിങ്ങൾ ഉറുമ്പും കൂട്ടി പോയിരുന്നാല് പറഞ്ഞുതരാം. നിങ്ങൾ അള്ളാഹു എത്ര ചെറുതാണ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ അള്ളാഹുവിനേക്കാൾ ചെറുതാവാണ് ഷമീറെ.
നമ്മൾ ഉറുമ്പിൻ നിങ്ങൾ കൂട്ടിൽ തൊട്ട് നേരത്തെ ഞാൻ പറഞ്ഞു ആ പറയാ, ഒരു നീ ഉറുമ്പ് കേൾക്ക് കടിച്ചാൽ ആ ഷമീറെ. വെട്ടി കഴിഞ്ഞാൽ ആ ഉറുമ്പ് അവിടെ ചത്തു. അത് അവിടെ ഞാൻ സ്വാഭാവികമാണ്. വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ. അത് അവിടെ ശരി, ഞാൻ വിശദീകരിച്ചു. അതൊക്കെ നീ ഒരു കട്ട് ചെയ്ത് വിശദീകരിച്ചു കളഞ്ഞതാണ്. കൊടുത്തില്ല. അതൊക്കെ നീ കട്ട് ചെയ്ത് കളഞ്ഞാണ് വെറുതെ ഷമീറെ. എന്തേ എടുത്തോണ്ട് വാ, പറയല്ലേ ഇങ്ങനെ? എടുത്തോണ്ട് വാ ഷമീറെ. എടുത്തോണ്ട് വരുന്നത് ആ നിങ്ങളാണ്. എടുത്തോണ്ട് വാ, നിങ്ങൾ ഒറിജിനൽ വീഡിയോ മുക്കിയിട്ടുണ്ടെങ്കിൽ എടുത്തോണ്ട് നിങ്ങൾ വാ. ഇനി കൊണ്ടുപോവാ. വേണ്ട, ഞാൻ ഇപ്പൊ വിശദീകരിച്ചു തരാണ്. ഉം. ഞാൻ പറഞ്ഞതിൽ എന്താ തിരുത്താള് എന്നിട്ട് ജി എന്നോട് പറഞ്ഞോ, ആ കുഴപ്പമില്ല. തിരുത്താളെ ഇപ്പൊ പറഞ്ഞില്ലേ? എന്നാ പറഞ്ഞോ, ആ അതിപ്പോ പറയാൻ. നിങ്ങൾ ഞാൻ എന്നെ പറഞ്ഞു തൊട്ട് മുമ്പേ തീർക്കട്ടെ, പറഞ്ഞു ഒരു ഉറുമ്പ് പറഞ്ഞു കടിച്ചാൽ തീർക്കട്ടെ, അവിടക്ക് പറഞ്ഞു നിക്ക് തീർക്കട്ടെ. നിക്ക് 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 എന്നിട്ട് അള്ള ഓടല്ലേ. ഉത്ബോധനം കൊടുക്കാണ്. അള്ള ഉത്ബോധനം കൊടുക്കുന്ന എന്താ? എന്തിനാണ് എല്ലാ ഉറുമ്പിനെയും കൊന്നത്? ആ കടിച്ച ഒരു ഉറുമ്പിനെ കൊന്നാ പോരായിരുന്നില്ലേ എന്ന്. അതും ഈ ഹദീസിലില്ലേ? അതല്ലേ ഞാനിപ്പോ പറഞ്ഞത്. അല്ല, അതും ഒരു ഹദീസിലില്ലേ ഉറുമ്പ് ഷമീറെ? കടിച്ച ആ ഉറുമ്പിനെ മൊത്തത്തിൽ കൊല്ലാൻ ഹദീസിലുണ്ടോ പാടില്ല ഷമീറെ? പഠിപ്പിച്ചോടുത്തേ. അതും ഈ ഹദീസിലുണ്ടോ? അതല്ലേ ഉണ്ട് എന്നല്ലേ പറഞ്ഞേ. ആ, അപ്പൊ ഒരു ഉറുമ്പ് കടിക്കുമ്പത്തിന് ഉറുമ്പിനെ കൊല്ലാൻ കൽപ്പിച്ച മതം, അള്ളാഹു, ദൈവം, ഇതിലെന്താ പെശക്? ഇപ്പൊ അങ്ങനെ ആയോ? എന്താ പെശക് നീ പറയും? ഞാൻ അവിടെ പ്രവാചകൻ ഉദ്ദേശിച്ചു, ദൈവം എന്ന് വന്നു, അത് നാക്കുപിഴയാണ്, അതിൽ നാക്കുപഴയാണെന്ന് പറഞ്ഞിട്ട് പക്ഷെ ഉറുമ്പിനെ, പക്ഷെ അള്ള എന്താ എന്താ ഉത്ബോധനം കൊടുത്ത ഷമീറെ? തിരുത്തി പറഞ്ഞെന്താ? ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് പ്രവാചകന്റെ കുറ്റമായിരുന്നു. ആ പിന്നെ നിങ്ങൾ തിരുത്തി പറഞ്ഞു. അത് ദൈവമാണ്, അത് പടച്ചോൻ അല്ലെങ്കിൽ ദൈവം എന്നാണ് ആ സെന്റൻസിൽ വന്നത്. മതം അങ്ങനെ പറയുന്നുണ്ടോ? അത് മാത്രമേ തെറ്റുള്ളൂ. മതത്തിൽ അങ്ങനെ ഒരു ഹുക്കുമുണ്ടോ? ഒരു ഉറുമ്പ് കടിച്ചാൽ എല്ലാ ഉറുമ്പിനെ കൊല്ലണം ഹുക്കുമില്ലേ? അള്ള പറഞ്ഞ ഹുക്കുമ് ബാധകമാണെങ്കിൽ ഇല്ലേ? അതല്ല, അത് സ്വാഭാവികമായിട്ടുള്ള കാര്യല്ലേ. ഒരു ഉറുമ്പ് കടിച്ചാൽ കൈ കൊണ്ട് ചൊറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ആ ഉറുമ്പ് ചത്തു. ഉറുമ്പ് കടിച്ചാൽ ഉറുമ്പിനെ കൊല്ല എന്നുള്ളതല്ലാതെ മൊത്തത്തിൽ ഉറുമ്പിനെ കൊല്ലുകയാണോ? ആ ഉറുമ്പിനെ കൊല്ലണം എന്ന് ഇവിടെ പറഞ്ഞത്. ആ ഉറുമ്പിനെ കൊല്ലണം മാത്രം കൊന്നാൽ മതിയായിരുന്നല്ലോ. അതാണല്ലോ ചോദ്യം. അത്രയും ഉറുമ്പിനെ എന്തിനെ നശിപ്പിച്ചു എന്നാ ചോദിച്ചേ. അത് അള്ളാഹുവിന്റെ കാരുണ്യാണെന്ന് ഞാൻ അവിടെ തന്നെ പറയണ, ജി കേൾപ്പിച്ചില്ലേ? അത് കഴിഞ്ഞിട്ട് പിന്നെ മതത്തിൽ അങ്ങനെ പറയുന്നുണ്ട് മതത്തിൽ അങ്ങനെ ഒരു ഹുക്കുമുണ്ടോ? മതത്തിൽ അങ്ങനെ ഒരു ഹുക്കുമുണ്ടോ എന്നാണ് എന്റെ ഒരു ചോദ്യം. നിഷ്കളങ്കനല്ലെന്ന് വിചാരിച്ചിട്ട് തന്നെ വിട്ടുവരുന്നുള്ള പ്രശ്നം. നിങ്ങൾ അങ്ങനെ പറയണ്ട. ഈ മതത്തിൽ അങ്ങനെ ഹുക്കുമുണ്ടോ എന്റെ ചോദ്യം. ആ ഭാഗം നീ ഒന്നുകൂടി കേൾപ്പിക്കുക. മതത്തിൽ അങ്ങനെ ഒരു ഹുക്കുമുണ്ടോ? കേൾപ്പിക്ക് ഷമീറെ. ചോദ്യം നീ എല്ലാത്തിനും ഉത്തരവായി. മതത്തിൽ അങ്ങനെ ഹുക്കുമുണ്ടോ? ഒന്നുകൂടി കേൾപ്പിക്കേ ഷമീർ. കയ്യോടെ പിടികൂടിയപ്പോ ഞാൻ തിരുത്തിയതാണോ അല്ലേ നമുക്ക് അപ്പൊ തീരുമാനമാക്കാലോ. നീ ഒന്നുകൂടി കേൾപ്പിക്കാം. അല്ലല്ല, ഇത് നിങ്ങൾ തിരുത്തി പറഞ്ഞല്ലേ. ഒന്നുകൂടി ഞാൻ എന്തിനാ തിരുത്തിയ ഞാൻ പറഞ്ഞുതരാം ഷമീർ. ഒന്നുകൂടി കേൾപ്പിക്കേ. ആൾക്കാർക്ക് ഇത് മനസ്സിലാവട്ടെ ഷമീർ. നമ്മൾ എന്തായാലും ഇപ്പൊ മെനക്കെടല്ലേ. ശരി, നിങ്ങൾ അവിടെ പറഞ്ഞത് കേൾപ്പിക്ക് ഷമീർ. ഞാൻ കേൾപ്പിച്ചുതരാം. കേൾപ്പിക്ക്. എന്നിട്ട് ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ഞാൻ പറയണോടത്ത് നിർത്തണം കേട്ടോ. എന്നിട്ട് അവിടെ വിശദീകരണം ചോദിക്കാണ്ട് എന്നോട്. നമ്മൾ ഭയങ്കര കാരുണ്യമാണ്. അതിനെ കൊല്ലൻ അവിടെ നിന്ന് പറഞ്ഞു, പ്രവാചകന്മാരിൽപ്പെട്ട ഒരു പ്രവാചകൻ ഒരു മരച്ചുവട്ടിന് വിശ്രമിക്കാനിറങ്ങി. അപ്പോൾ അദ്ദേഹത്തെ ഒരു ഉറുമ്പ് കുത്തി. അദ്ദേഹത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് അദ്ദേഹത്തിന്റെ യാത്രാ സാമഗ്രികൾ അവിടെ നിന്ന് എടുത്തു മാറ്റി. അനന്തരം അദ്ദേഹം കൽപ്പിച്ച പ്രകാരം മുഴുവൻ ഉറുമ്പുകളടക്കം അതിന്റെ പുറ്റി ചുട്ടു വലിച്ചു. അപ്പോൾ അള്ളാഹു അദ്ദേഹത്തിന് മോചനം നൽകി. ആ ഉറുമ്പിനെ മാത്രം കൊന്നാൽ മതിയായിരുന്നു. അത് അള്ളാഹുവിന്റെ കാരുണ്യാണ്. നിർത്ത്. അവിടെ ഞാന് അത് അള്ളാഹുവിന്റെ കാരുണ്യാണെന്ന് പറയുന്നുണ്ട്. ഷമീറെ ഒരു കാര്യം പറയട്ടെ. അവിടെ ഞാൻ പറയണ്ടേ അത് അള്ളാഹുവിന്റെ കാരുണ്യമാണ് എന്ന് പറഞ്ഞിട്ട് പറയാണ്. അല്ല പറയുന്നുണ്ടോ? ഷമീറെ കേട്ടോ, അത് പറയുന്നുണ്ടോ? പറഞ്ഞിട്ടുണ്ടല്ലോ. അത് അള്ളാഹുവിന്റെ കാരുണ്യാണെന്ന് എല്ലാവർക്കും അതുകൊണ്ടാണ് ഞാൻ ഞാനത് പറയട്ടെ ഷമീറെ. അതാ ഞാൻ പറയട്ടെ. നീ പറയട്ടെ ഷമീറെ. നീ നമ്മളുടെ അതേ ബുദ്ധിയാണ് എല്ലാവർക്കും വിചാരിക്കരുത്. അതല്ല എനിക്ക് പറയുള്ളത്. അതാ പറഞ്ഞത്. ശ്രദ്ധിച്ചു കേട്ടോ. എന്താണ് നിന്റെ പ്രശ്നം ഷമീറെ? ഞാൻ പറയട്ടെ. എന്റെ പ്രശ്നം നിർത്തിയല്ലോ. ഇനി പറഞ്ഞത് എന്തുകൊണ്ട് എന്താണ് ഞാൻ തിരുത്തിയത്? ഷമീറെ അത് പറയട്ടെ ഷമീറെ. ആരാണ് ഇനി മുണ്ട് പൊക്കി ഓടേണ്ടത്? ഞാൻ പറഞ്ഞു തീർക്കട്ടെ. അവിടെ നിക്ക്, ഞാൻ ചോദിക്കട്ടെ. ഇവിടെ നിങ്ങൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. നിങ്ങൾ ആദ്യം തെറ്റുപറ്റി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നാക്കുപയാണ്. ഓക്കെ, നാക്കുപേയില് നിങ്ങൾക്ക് ആ പ്രവാചകൻ എന്ന് പറയേണ്ട പകരം ദൈവം എന്ന് പറഞ്ഞു. ഓക്കെ, ഈ വീഡിയോ നമ്മൾ അത് ഞാൻ പറയാതെ തന്നെ മനസ്സിലാവും.
അതായത് അത് ഞാൻ പറയാതെ തന്നെ സാമാന്യ ബുദ്ധിയുള്ള ആൾക്ക് മനസ്സിലാകും അത് ദൈവം എന്ന് പ്രവാചകൻ എന്ന് പറയുന്നതിന് പകരം ദൈവം എന്ന് പറഞ്ഞതാണെന്ന്. അത് ഏത് സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാവും. കാരണം എന്താ വെച്ചാൽ അതിന്റെ തൊട്ട് പുറകെ ഞാൻ പറയണ്ട് അത് അള്ളാന്റെ കാരുണ്യാണ് കേട്ടോ. അപ്പൊ തന്നെ അത് മനസ്സിലാവും. അതായത് ഒരു മിനിമം ബുദ്ധിക്ക് അപ്പൊ തന്നെ അത് മനസ്സിലാവും പ്രവാചകനെയാണ് അതിൽ ഉദ്ദേശിച്ചത്. അവിടെ പറഞ്ഞത് അത് നിങ്ങൾ അത് പിടിച്ചപ്പോ നിങ്ങൾ അത് മാറ്റി പറഞ്ഞാണ്. ഏത് പിടിച്ചു എപ്പ മാറ്റി പറഞ്ഞു? ഇത് ഷമീറ ഇത് അപ്പ ആ വീഡിയോ തന്നെ ഉള്ളതല്ലേ? പോട്ടെ, അതിന്റെ പിറ്റേന്ന് ഞാൻ ആ വീഡിയോയിലുള്ളതല്ലേ? ഇത് ദൈവത്തിന്റെ കാരുണ്യാണ്, ഇത് അള്ളാന്റെ കാരുണ്യാണ് കേട്ടോ എന്ന് ഞാൻ ആ വീഡിയോ തന്നെ പറഞ്ഞതല്ലേ? അള്ളാന്റെ കാരുണ്യാണെന്ന് പറഞ്ഞിട്ട് പിന്നെ ഹദീസിൽ തന്നെ ആ ഹദീസ് വായിക്കണേന്റെ കൂടെ ഞാൻ പറഞ്ഞതല്ലേ? അള്ളാന്റെ കാരുണ്യം എന്ന് പറഞ്ഞിട്ട് ബുദ്ധിമുട്ട് അള്ളാന്റെ കാരുണ്യം എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്ന് ഞാൻ പറഞ്ഞത് ഷമീർ ഇത് പിടിച്ചോണ്ട് വന്നപ്പോഴാണോ അല്ലേ? ചെങ്ങാതി ഞാൻ പറയുന്നത് മനസ്സിലാവില്ല. നീ ചോദിച്ചതിന് നമുക്ക് മനസ്സിലാവില്ല. കാരുണ്യമാണ് എന്ന് അള്ളാഹുവിന്റെ കാരുണ്യമാണ് എന്ന് ഞാൻ പറഞ്ഞത് ആ ഹദീസ് വായിക്കുന്ന കൂടെ തന്നെയാണോ? വേറെ വൈരുദ്ധ്യം പറയാണ്. എന്താ പറയുന്നത്? അപ്പൊ അതിനാണ് സാമാന്യ ബുദ്ധി ഉപയോഗിക്കണം എന്ന് പറഞ്ഞത്. സാമാന്യ ബുദ്ധി നിങ്ങൾ മനസ്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം പറഞ്ഞിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയല്ല. അവിടെ നീ കേട്ടോ, ആരെ പറഞ്ഞത് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ വിഷയത്തിലേക്ക് വെച്ച ഷമീറെ, അവിടേക്ക് ഞാൻ വിഷയത്തിലേക്ക് തന്നെ വരണേ. അവിടേക്ക് എന്നിട്ട് എന്റെ വിഷയമൊക്കെ കഴിഞ്ഞു. ഇത് എന്റെ ചോദ്യത്തിനാണ് മറുപടി പറയേണ്ടത്. അല്ലാതെ എന്തെങ്കിലും കഥ ഇങ്ങനെ പറഞ്ഞു ഒരു മണിക്കൂർ ഒരു ചെറിയ വിഷയം എടുത്തിട്ട് ഒരു മണിക്കൂർ വെറുതെ സംസാരിച്ചിട്ട് കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ തെറ്റിദ്ധരിപ്പിക്കണൊക്കെ നമുക്ക് എത്ര മണിക്കൂർ ഷമീർ നോണകൾ പടച്ചുണ്ടാക്കുന്ന വഞ്ചിക്കുന്ന ഇടപാടാണ് നിങ്ങൾ ചെയ്യുന്നത്. സത്യസന്ധമായിട്ട് വിമർശനം ഉന്നയിക്കാനോ സത്യസന്ധമായിട്ട് വിമർശനങ്ങളെ നേരിടാനോ കഴിയാത്ത നിങ്ങൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ തോൽപ്പിക്കുക എന്ന് പറയും. അതാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. അതാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട് പറഞ്ഞുതരാം ഷമീർ കേട്ടോ. ഷമീർ കേൾക്ക്. ഈ ഭാഗം എന്താ ഷമീറിന് എന്തൊരു അസ്വസ്ഥത, എന്തൊരു ശ്വാസം, എന്താ ഷമീറിന് ശ്വാസം മുട്ടുന്നത്, എന്താ ഷമീറിന് ശ്വാസം മുട്ടുന്നത്? സൂറത്ത് തൗബയും ബക്കറയും മിക്സ് ചെയ്ത ആളുകളെ വഞ്ചിച്ചപ്പോ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഷമീറിന്റെ കാരുണ്യത്തിൽ UA ടീമിന് കൊണ്ടേ കൊടുത്ത ഒരു ഹദീസിന്റെ പൊട്ടലിപ്പത് അല്ലെ? എന്ത് വൃത്തികേടാണ് നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾ ഈ സമൂഹത്തെ വഞ്ചിക്കല്ലേ ചെയ്യുന്നത്? ഇനി ഈ ഹദീസിൽ എന്താ പറഞ്ഞത്? ഈ ഹദീസിൽ എന്താ പറഞ്ഞത്? ഇല്ല ഷമീർ, ഇല്ല, അതൊന്നും നടക്കൂല. എന്നാ ഷമീർ പറഞ്ഞേ, സൂറത്തുൽ ബക്കറയിലെ സൂറത്തു തൗബയിലെ വിമർശിക്കുമ്പോ ബക്കറയിലെ 2 വചനങ്ങൾ അപ്പുറപ്പുറ ഒട്ടിച്ചു വെച്ച് വിശ്വാസികളെ പറ്റിക്കാൻ തുടങ്ങിയിട്ട് എത്ര കൊല്ലായിട്ട് ഒട്ടിച്ചു വെച്ചിട്ട് പച്ചക്ക് നുണ പറഞ്ഞു എത്ര കൊല്ലായിട്ട്? കയ്യോടെ പിടിച്ചപ്പോഴല്ലേ അനക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിട്ടല്ലേ ഈ ഉറുമ്പും കൂടെ കൊണ്ട് പോയത്? ആ സമയത്ത് ഷമീറെ അന്ന് ഷമീർ എന്ന് പറഞ്ഞു ഉറുമ്പിന്റെ കൂടിന്റെ കാര്യത്തിൽ തീരുമാനമായില്ലേ? ഇനി ഞാൻ ഇതിന്റെ ലോജിക് മിസ്റ്റേക്ക് പറഞ്ഞുതരാം. ഷമീർ, അള്ളാഹു എന്ന് പറയുന്നത് ആ പ്രവാചകന്റെ കാലിൽ കടിച്ച ഉറുമ്പിനേക്കാൾ ചെറുതാണ് എന്ന് ഈ ഹദീസിലുണ്ട്. അതായത് ഒരു ഉറുമ്പിൻ കൂടി പറഞ്ഞ കാര്യമല്ല നിങ്ങള് ഇപ്പത്തെ വിശദീകരണമല്ല വിശദീകരിച്ചതാണ്. ഇതൊക്കെ നിങ്ങൾ തെറ്റുപറ്റിയ വിശദീകരിച്ച കാര്യം. ഈ വിഷയം തന്നെ ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒരു ഇച്ചിരി ഒരു നാണവും മാനവും എന്നൊക്കെ പറഞ്ഞ പരിപാടി കഴിഞ്ഞ് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ. ഞാൻ പറയണത് കേൾക്കാൻ നീ തയ്യാറാവുക. ഈ വിഷയം ഈ ഭാഗത്ത് അള്ളാഹുവിന്റെ വലിപ്പം എത്ര നമുക്ക് ഇപ്പൊ അളക്കാം. ഈ ഹദീസില് കേട്ടോ പറഞ്ഞുതരാന്ന്. അള്ളാഹുവിന്റെ വലിപ്പം നോക്ക്. ഒരു പ്രവാചകൻ പോയിട്ട് ഒരു പുറ്റുകളുള്ള ഉറുമ്പിന്റെ പുറ്റുള്ള പ്രദേശത്ത് പോയി കുത്തിയിരുന്നിട്ട് അയാളുടെ മേലൊരു ഉറുമ്പ് കടിക്കുമ്പോ അയാൾക്ക് ദേഷ്യം വന്നിട്ട് ആ ഉറുമ്പ് മൊത്തം ആ ഉറുമ്പും കൂടി പുറ്റോടെ ചുട്ട് കരിക്കാൻ വേണ്ടി കൽപ്പന ചെയ്തിട്ട് അത് അനുസരിച്ച അനുചര വൃന്ദവും അതിനുശേഷം അള്ളാഹുവിന്റെ കാരുണ്യം വർഷിക്കുകയാണ്. എന്ത് അനക്ക് ആ ഒരു ഉറുമ്പിനെ മാത്രം കൊന്നാ പോരാ, ഇന്നലെ എന്തിനാ എല്ലാത്തിനെയും കൊന്നേന്ന്? ഈ ഉറുമ്പിന്റെ ബോധം പോലും ഇല്ലാത്ത അള്ളാഹുവും പ്രവാചകന്മാര് പറഞ്ഞു എന്ന് വെച്ചിട്ട് മേലും കീഴും നോക്കാതെ ഒരു മിനിറ്റ് കേട്ടോ, മേലും കീഴും നോക്കാതെ ആ ഉറുമ്പിൻ കൂട് കത്തിച്ച മനുഷ്യ സമൂഹമാണ് അന്നത്തെ മതസമൂഹം. ഈ ജാതി വൃത്തികേടുകൾ പഠിപ്പിക്കുക. എന്നിട്ട് ഇതേ മാനസികാവസ്ഥയിലാണ് ഇന്നും നമ്മുടെ നാട്ടിലുള്ള കുട്ടികള് പല്ലിനെ കാണുമ്പോ മുടിഞ്ചാ നടക്കുന്നത്. ഭയങ്കരാണ് കാണുന്നവരൊക്കെ കല്ലിനെ കൊല്ലാൻ. പിന്നെ ഹദീസിലുള്ളതല്ലേ പല്ലിനെ കൊന്ന കൂലി കിട്ടുന്ന ഹദീസിൽ. പല്ലിനെ കൊല്ലാൻ പ്രത്യേക പ്രാക്ടീസ് ഉണ്ട് മദ്രസയിലെ. നിങ്ങൾക്ക് പ്രാക്ടീസ് ഉണ്ടോന്നല്ല, ഇത് വിശ്വസിക്കുന്നവരാണ്. ഞാനത് വിശ്വസിക്കുന്ന ആളാണ്. ഷമീർ വിശ്വാസല്ലേ? എന്ത് ഒരു പല്ലിനെ പുണ്യം കിട്ടും എന്ന് നിങ്ങൾക്ക് വിശ്വാസല്ലേ? എന്നിട്ട് എല്ലാവരും പല്ലിനെ കൊല്ലാൻ നടക്കല.
ഷമീറെ പല്ലീനെ എല്ലാരും കൊല്ലണല്ല. പല്ലീനെ കൈവാക്കിന് കിട്ടിയാൽ ഒറ്റ അടിക്ക് ഒരു പല്ലീനെ കൊന്നാല് പുണ്യം കിട്ടും എന്ന് ഷമീറിന് വിശ്വാസം ഉണ്ടോ ഇല്ലേ? ഉണ്ടല്ലോ. ഇത്രേ ഉള്ളൂ. ഇതാണ് നിങ്ങളെ അള്ളയും ഇതാണ് നിങ്ങളെ മതവും ഇതാണ് നിങ്ങളെ ദൈവവും. ഇത് വിശദീകരിച്ച ഭാഗത്തുനിന്ന് ഈ ഒരു പീസ് അടർത്തി എടുത്തിട്ട് വേറെ ഒരു വിഷയം വിശദീകരിക്കുമ്പോൾ ഇന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് ഊളത്തരമാണ് ഷമീറെ. മിനിമം ഭാഷ മനസ്സിലായിട്ടുണ്ടോ? ഇനി ഞാൻ എന്നോട് ചോദിക്കാം, കൊല്ലാനുള്ള അനുവാദമുണ്ട്. അത് കൊല്ലുമ്പോ എങ്ങനെ കൊല്ലണോ? ഒറ്റയ്ക്ക് കൊല്ലണം പറഞ്ഞിട്ടുള്ളൂ. ഇത്രേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ഇത് നിങ്ങൾ പ്ലേസ് ചെയ്തത് എവിടെ അറിയോ? ഇനി ഈ കൃത്രിമൊക്കെ കാണിച്ച് ഈ വൃത്തികേട് മുഴുവൻ കാണിച്ച് ഈ അറ്റവും മൂലയൊക്കെ വെട്ടി തെറ്റിദ്ധാരണ പരത്തി വേറെന്തോ ഞാൻ ലിയാക്കത്ത് ഉറുമ്പിനെ കൊല്ലാൻ ഇസ്ലാമിൽ ഉറുമ്പിനെ കൊല്ലാൻ കൽപ്പനയുണ്ട് എന്ന് ഞാൻ പറഞ്ഞു എന്നുള്ള രീതിയിൽ വിശ്വാസികളെ പഠിപ്പിച്ച് എന്നിട്ട് നിങ്ങൾ പിടിച്ചപ്പോൾ ഞാൻ തിരുത്തി എന്നൊക്കെ പറഞ്ഞ ഊസറും പുളിയില്ലാത്ത ഏർപ്പാടാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ പോയിന്റ്, വളരെ പ്രധാനപ്പെട്ട പോയിന്റ്, നിങ്ങൾ ഈ പണിക്ക് പറ്റൂല എന്നുള്ളതിന്റെ പോയിന്റ്. സൂറത്തു തൗബയിലെ 5-ാം വചനം വിശദീകരിക്കുമ്പോ, അതായത് RV ബാബുവിന് ഒരു ഭാഗത്തും അലിയാർ കാസിമിയ മറുഭാഗത്തും വെച്ച് രണ്ട് വർഗീയ ശക്തികളെയും മുഖത്തടിക്കുന്ന രീതിയിൽ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മറുപടി വന്നപ്പോ നിങ്ങൾ വിശ്വാസികളുടെ എന്താണ് എക്സ് മുസ്ലിങ്ങളുടെ വർത്താനം എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്ത ബാസിലും കൂട്ടരും സൂറത്തു തൗബ യുദ്ധ സന്ദർഭത്തിൽ ഇറങ്ങിയ ആയത്താണെന്ന് പറഞ്ഞാൽ ഏത് യുദ്ധം എന്ന് ചോദിച്ച സമയത്ത് അതിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ആയത്ത് ഈ ഹദീസും കൊണ്ട് വന്നതെന്ന് പറയുന്നിടത്താണ് പരാജയത്തിന്റെ ആഴം മനസ്സിലാവുക. ഇനി ആ വിഷയത്തിലേക്ക് ഉറുമ്പിന്റെ കൂടെ കാര്യത്തെ ഞാൻ വിശദീകരിച്ചില്ലേ? ഇനി ഷമീർ പറഞ്ഞു സൂറത്തു തൗബയിലെ 5-ാം വചനം യുദ്ധ സന്ദർഭത്തിൽ ഇറങ്ങിയതാണോ? യുദ്ധ സന്ദർഭത്തിൽ ഇറങ്ങിയാണ്. ആണോ? ഏത് യുദ്ധ സന്ദർഭത്തിൽ? ഏതെന്ന് വേണ്ടല്ലോ, ഏത് യുദ്ധ സന്ദർഭം? ഏതെങ്കിലും ഒരു യുദ്ധം വേണമെന്നില്ല. യുദ്ധം നടന്നാൽ എന്ത് ചെയ്യണം? ഏത് യുദ്ധം? ഏത് യുദ്ധം എന്നില്ല, ഏത് യുദ്ധം നടന്നാലും എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ഏത് യുദ്ധ സൂറത്തു തൗബ ഇറങ്ങിയത് യുദ്ധ പശ്ചാത്തലത്തിലാണോന്നാ ചോദിച്ചത്. യുദ്ധം അവതരണ കാരണം അവതരണ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ അത് ആപ്ലിക്കേഷൻ അല്ല ഉദ്ദേശിച്ചത്. ഏത് യുദ്ധം നടന്നാലും ആ യുദ്ധത്തിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അത് എവിടെയൊക്കെ അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു വചനം ഇറങ്ങാനുള്ള കാരണം ഏതായിരുന്നു? ഏതെങ്കിലും ഒരു സന്ദർഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യുദ്ധം എന്നുള്ള ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ ഉണ്ടാവുന്നു. ആ സിറ്റുവേഷനിൽ ഒരു പരിഹാരം എന്ന നിലക്ക്, ഒരു നിർദ്ദേശം എന്ന നിലക്ക് ഒരു ആയത്ത് ഇറങ്ങുന്നു. പോട്ടെ, നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ പറയണ്ട നമുക്ക് രണ്ടാൾക്കും കൂടി ഒരു നിഷ്പക്ഷൻ ആയിട്ടുള്ള ഒരാളെ വിളിക്കാം. ആരാ അറിയോ? ഗ്രോക്കറെ വിളിക്കാം, അല്ലെങ്കിൽ ജെമിനിനെ വിളിക്കാം. ചോദിക്ക്, കയ്യിലില്ലേ ഗ്രോക്കില്ലേ? ഞാൻ പറയട്ടെ, ജെമിനി ഉണ്ടോ? പറയട്ടെ. വെച്ച് സംസാരിക്കണത് എന്താ ഗ്രോക്കും ജെമിനി? ചോദിക്ക്, ഏതാണ് യുദ്ധ സന്ദർഭം ചോദിക്കും. എന്റെ ഇമാമുമാരൊന്നും ഇല്ല, എന്റെ അമ്മാനി. ഞാനതല്ലേ പറയണത്. എന്ത്? ഇതൊരു പ്രത്യേക ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് ആ സമയത്ത് തന്നെ അവതരിച്ച ആയത്താണെന്നല്ല നമ്മൾ പറയുന്നത്. ഏതെങ്കിലും യുദ്ധം നടന്നാൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ചോദ്യം. ഈ സാധനം ലിയാക്കത്തിനെ കൂട്ടാൻ നമ്മളെ ഉറുമ്പിന്റെ കൂട്ടിന്റെ ഹദീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നീ ബാസിലിനെ കൊണ്ട് കൊടുത്തിട്ട് ബാസിൽ ഈ സാധനം എടുത്ത് പ്രയോഗിക്കുമ്പോ ബാസിൽ വേറൊരു അബദ്ധം കാണിച്ചിട്ടാണ് നിൽക്കുന്നത്. അതായത് സൂറത്ത് തൗബയിലെ ഏത് യുദ്ധമായിരുന്നു എന്ന് ചോദിച്ചപ്പോ അത് യുദ്ധ സന്ദർഭമല്ല, അത് പറഞ്ഞപ്പോ അബദ്ധം പറ്റിയതാണ്. അത് സൂറത്തുൽ ബക്കറയിലെ 191-92 വചനങ്ങള് അതും ഇത് മാറിപ്പോയതാണ്, മിക്സ് ആയി പോയതാണ് എന്ന് പിന്നെ ബാസിൽ വിശദീകരിക്കുന്ന ഇജും കേട്ടതല്ലേ? ആണ്. അതും നുണയല്ലേ? അതെങ്ങനെ നോണാവാന്ന്? എന്നാ സൂറത്തുൽ ബക്കറയിലെ 191-92 വചനം അവതരിക്കുന്ന യുദ്ധക്കളത്തിലായിരുന്നു എന്നാ പറഞ്ഞത്. യുദ്ധക്കളത്തിലാണെന്നൊന്ന് കേൾപ്പിച്ചാവും പറഞ്ഞൊന്ന് കേൾപ്പിക്ക്. അതൊക്കെ കേൾപ്പിച്ചു. ഏത് യുദ്ധക്കളത്തിലായിരുന്നു? കേൾപ്പിക്ക്. പറഞ്ഞ കേൾപ്പിച്ചേരാ അതൊക്കെ കേൾപ്പിച്ചിട്ട് തന്നെ പോകുന്നു. മറ്റേത് എന്താ പറഞ്ഞത്? അത് കരാർ ലംഘനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലേ? ഏത് യുദ്ധക്കളത്തിലായിരുന്നു? സൂറത്ത് തൗബയിൽ പറയുന്നത് ആ തൗബ ഫുള്ളായിട്ട് വായിച്ചാൽ തന്നെ മനസ്സിലാവും. അത് പറ്റിയതല്ല, പച്ച നോണ. അതെങ്ങനെയാണ് ഇന്റർനാഷണൽ നോണ? ഞാൻ പറഞ്ഞ അതൊക്കെ അത് പൊളിച്ചു കൊടുത്തപ്പോ അതിന് രക്ഷപ്പെടാനല്ലേ ഷമീറെ കൊണ്ടരെ ഉറുമ്പും കൂടിന്റെ ഹദീസ് കൊണ്ടുവരിയെന്നൊന്നും പറഞ്ഞിട്ടല്ല. ഇവരൊരു നോണ സൂര്യസ് തുടങ്ങിയപ്പോ ഞാൻ ഇട്ടുകൊടുത്തതാണ്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇതിന് ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല, ഇതൊന്ന് നിങ്ങൾ ഇട്ട് നോക്കുക. സമ്മതിച്ചല്ലോ? ആണല്ലോ, ഞാൻ കൊടുത്താണ്, ഒരു ചോദിച്ചതൊന്നല്ല. അതായത് ആകെ പെട്ടു, ഇനി ഒന്നും നോക്കണ്ട, ഉറുമ്പും കോട് എടുത്ത് വീശിക്കോന്ന് ഇജ്ജ് പറഞ്ഞു കൊടുത്താ. ഓരോരു നോണ സീരിയസ് എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി തുടങ്ങി.
അതിൽ എത്രാമത്തെ നോണായിട്ടാണ് ഇത് വരുന്നത്? എന്റെ ലിയാക്കത്ത് പറഞ്ഞ വലിയ നോണയാണ് ഇപ്പൊ ഉറുമ്പും കൂട്. നോണ തന്നെയാണല്ലോ. എന്തൊരു കഷ്ടം. നിങ്ങൾ തന്നെയല്ലേ തിരുത്തിയത്? ദാരിദ്ര്യം എവിടെ എത്തിയെന്ന് നിങ്ങൾ തന്നെ തിരുത്തിയത് എന്തിനാ? സൂറത്ത് തൗബയില് നോണ അല്ലെങ്കിൽ പിന്നെ എന്തിനാ തിരുത്തിയേ? പറഞ്ഞിട്ട് നിക്ക് നോണ അല്ലെങ്കിൽ പിന്നെ എന്തിനാ തിരുത്തി? അത് മാറിപ്പോയത്. ചോദിക്കണേന് മറുപടി പറയും. നോണ അല്ലെങ്കിൽ പിന്നെ എന്തിനാ തിരുത്തി? അത് നോണയല്ല. പിന്നെന്തിനാ തിരുത്തിയത്? നാക്കുപയാണെന്ന് പറയേണ്ട ആവശ്യം എന്താ? എന്താ തിരുത്തിയത്? എന്താ ഷമീർ പറഞ്ഞതിന് ശേഷം ഞാൻ എന്താ തിരുത്തിയത്? പറ. നാക്കുപയാണെന്ന് പറയേണ്ട ആവശ്യം എന്താ പിന്നെ? ആ നാക്കുപഴയാണെന്ന് സാമാന്യ ബുദ്ധിയുള്ള ആൾക്ക് ആ വീഡിയോ കാണുമ്പോ തന്നെ മനസ്സിലാവും. അപ്പൊ അത് നാക്കുപയാണ് നിങ്ങൾ സമ്മതിച്ചു. വെറുതെ ഓടല്ലേ, ചോദ്യത്തിന് മറുപടി പറയും. ഇത്ര ഉളുപ്പില്ലായ്മ ഓടല്ലേ റിയാക്കത്തെ? ഞാൻ പറയുന്നതിന് മറുപടി പറയും. ഉളുപ്പില്ലായ്മ കാണിക്കല്ലേ? ചോദിക്കുന്നതിന് സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് പറയാൻ ഇതുവരെ പഠിച്ചില്ല. നിങ്ങൾ ചോദിക്കണേല്ലേ ഞാൻ മറുപടി പറയണേ? ഞാൻ ചോദിച്ചാണല്ലോ മറുപടി പറഞ്ഞേ. ഞാൻ എവിടേക്ക് മാറിനോ? ഒരു മിനിറ്റ്, ഞാൻ എടുത്തുതരാം. ആദ്യം ഇനിയിപ്പോ ഇതൊന്ന് തീരുമാനാക്കട്ടെ. ഒരു മിനിറ്റ്. അത് ഞാൻ പറഞ്ഞു. ഇനി ഇജ്ജ് ഉറുമ്പും കൂടി പറഞ്ഞു വെറുതെ ആൾക്കാരെല്ലാം മാനം കിടക്കാം. വരൂ, കാരണം ഒന്നെങ്കിൽ ഇവിടെ തീരുമാനം പറഞ്ഞോ. ഇതൊക്കെ കേട്ടിട്ട് ഇനി ഇജ്ജ് ഇതാ കേട്ടോ. നല്ല ശ്രദ്ധിച്ച് കേട്ടോ. ഈ കണ്ടെടുത്ത് വെച്ച് കൊല്ലുക. അപ്പൊ ഇവരെ സ്ഥിരം സന്ദർഭത്തിലാന്നുള്ളത് അതിന് തൊട്ട് 3 ആഴ്ച മുമ്പ് വായിച്ചാൽ ഒരു യുദ്ധ സന്ദർഭമാണ്. യുദ്ധം നിരോധിക്കപ്പെട്ട മാസങ്ങളെ കുറിച്ച്, യുദ്ധത്തിലേക്ക് പോകുന്നതിനെ കുറിച്ച്, അങ്ങനെയൊക്കെ കഴിഞ്ഞ് യുദ്ധത്തിലേക്ക് എത്തിയതിനു ശേഷമാണ് യുദ്ധ സന്ദർഭത്തിൽ ഒരാളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലുക എന്നുള്ളത്. സൂറത്തുൽ ബഖറയിലുള്ള കാര്യം എന്താ ചോദിച്ചാൽ അതിന്റെ ഇത് ആദ്യം പറഞ്ഞു കേട്ടോ. എന്നിട്ട് അത് ഏത് യുദ്ധമായിരുന്നു എന്ന് ചോദിച്ചപ്പോ അതിന്റെ അടുത്ത മറുപടി കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്. തൊട്ട് മുമ്പുള്ള ആയത്തുകൾ വായിച്ചാൽ മനസ്സിലാകും. നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വരുന്നവർ അങ്ങോട്ട് യുദ്ധം ചെയ്യുക. ആ യുദ്ധക്കളത്തിൽ വെച്ച് നിങ്ങളെ കണ്ടെടുത്ത് വെച്ച് എന്ത് ചെയ്യുക? നിങ്ങളുടെ ശത്രുവിനെ കണ്ടാൽ കൊള്ളുക. അപ്പൊ അത് പറയുന്നതിന്റെ കൂടെ ഞാൻ പറയുന്നതിന്റെ ഇടയിൽ എനിക്ക് സംഭവിച്ചൊരു അബദ്ധം എന്നുള്ളത് തന്നെ ഇവിടെ പറയാം. പിന്നെ സൂറത്ത് തൗബയിലും ഇതേ രൂപത്തിൽ കണ്ടെടുത്ത് വെച്ച് കൊല്ലുക എന്ന് പറയുന്ന സംഭവം. അപ്പൊ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ യുദ്ധം നിഷിദ്ധമാക്കിപ്പെട്ട 4 മാസങ്ങളെ കുറിച്ച് പറയുന്നത് അതും ഇതും മിക്സ് ആയി പോയി. ഞാൻ പറഞ്ഞപ്പോൾ അത് മിക്സ് ആയി പോയി എന്നുള്ളത് അതൊരു അബദ്ധം തന്നെയാണ്. മാനസികമായി പറ്റിയിട്ടുള്ള ഒരു അബദ്ധം തന്നെയാണ്. അപ്പം ഈ കണ്ടെടുത്ത് വെച്ച് കൊല്ലുക. അപ്പൊ ഇവരെ സ്ഥിരം സന്ദർഭത്തിലാന്നുള്ളത് അതിന് തൊട്ട് 3 ആഴ്ച മുമ്പ് വായിച്ചാൽ ഇതൊരു യുദ്ധ നിരോധിക്കപ്പെട്ട മാസങ്ങളെ കുറിച്ച്, യുദ്ധത്തിലേക്ക് പോകുന്നതിനെ കുറിച്ച്, അങ്ങനെയൊക്കെ കഴിഞ്ഞ് യുദ്ധത്തിലേക്ക് എത്തിയതിനു ശേഷമാണ് യുദ്ധ സന്ദർഭത്തിൽ ഒരാളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലുക എന്നുള്ളത്. ഇതിന് പിന്നെ യുദ്ധക്കളത്തിലെന്ന് പറഞ്ഞത് വേറെ വീഡിയോയിലുണ്ട്. അത് ഞാൻ ആ വീഡിയോയിൽ കേൾപ്പിച്ചിട്ടുണ്ട് ഷിമറെ. ഇല്ല, യുദ്ധക്കളത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? യുദ്ധം നടക്കുന്ന സമയത്ത് ഇറങ്ങിയതല്ല. ബക്കറയിലുള്ളത് ഏത് യുദ്ധക്കളയുന്നു? യുദ്ധ സന്ദർഭത്തിലല്ല, അത് മാറിപ്പോയതാണ്. അത് കരാർ ലംഘനവുമായിട്ട് ബന്ധപ്പെട്ട്. ഓക്കെ, ബക്കറയിലുള്ളത് ഏത് യുദ്ധ സന്ദർഭത്തിലാണ്. യുദ്ധക്കളത്തിൽ യുദ്ധസന്ദർഭത്തിലാണ് ബാസിൽ പറഞ്ഞത്. അത് ഞാൻ ഈ വീഡിയോയിൽ കേൾപ്പിക്കാം. ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ അതുകൂടി കേൾപ്പിക്കാം. ഡോണ്ട് വറി. ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ അതുകൂടി കേൾപ്പിക്കാം. കേൾപ്പിക്കാം. ഇനി പറ, ബക്കറയിലുള്ളത് ഏത് യുദ്ധക്കളത്തിലാണ്? അതല്ലേ ഞാൻ പറഞ്ഞു. ബക്കറയിലെ 191, 92 അവതരിച്ചത് ഏത് യുദ്ധക്കളത്തിലായിരുന്നു? അത് പ്രത്യേകം ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് ഇറങ്ങിയതല്ലാന്ന്. ബക്കറയിൽ തന്നെ തൗബയല്ല ഞാൻ ചോദിച്ചേ. തൗബയല്ല, തൗബ യുദ്ധക്കളത്തിലല്ലാതെ അബദ്ധം പറ്റിയാണെന്ന് പറഞ്ഞത് വിട്ടു. മാനുഷികമായിട്ടുള്ള അബദ്ധമാണെങ്കിൽ അത് വിട്ടു പോട്ടെ. പകരം ബക്കറയിലുള്ളത് യുദ്ധക്കളത്തിലാണ് എന്നാണ് പറഞ്ഞത്. നിങ്ങൾ ഇനി ഏത് കൊണ്ടുവന്നാലും ഉള്ള മറുപടിയാണ് ഞാൻ പറയുന്നത്. കേട്ടോ, സൂറത്തുൽ ബക്കറ യുദ്ധക്കളത്തിലായിരുന്നു എന്ന് ബാസിൽ പറഞ്ഞു. ബാസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബാസിലിനോട് ചോദിക്കാം. ആ ബാസിലിനോട് അത് ചോദിച്ചു. കേട്ടോ, ശ്രദ്ധിച്ചു കേട്ടോ. കേൾക്കുക. ഏതാണ് യുദ്ധക്കളം? ഏത് യുദ്ധക്കളം? നിക്ക് ഷെമീർ, കേട്ടോ ഷെമീറെ, ഏത് യുദ്ധക്കളം എന്ന് ചോദിച്ചു. അതിന് മറുപടി പറയാതെ അതിന് പകരം കൊണ്ടുവന്ന നുണ സീരീസ് ആണ് ഈ പറഞ്ഞ ഈ സാധനം. ഇങ്ങക്കൊക്കെ പണ്ട് നബിക്ക് തോന്നിയില്ല വല്ല കുന്നിന്റെ മുകളിൽ കയറി ചാടനാണ് നല്ലത്. നിങ്ങൾക്കൊക്കെ ആയിക്കോട്ടെ, നാളെ ചാടാ. അതാണ് നല്ലത്. അപ്പൊ ഇനി ഇജ്ജ് എടുത്തു വെച്ചോ, ഈ ഉറുമ്പുംകൂട് ഹദീസ് ഇനി എടുത്തു വെച്ചോ. നിങ്ങൾക്ക് ഈ തൊലിക്കട്ടി ഭയങ്കര കൂടുതലായതുകൊണ്ട് ഇനിയും എവിടെയെങ്കിലും ഉത്തരം മുട്ടുമ്പോ ഇത് പ്രയോഗിക്കാൻ പറ്റും. എനിക്ക് ആ ഉറുമ്പിന്റെ സംഭവം ചോദിക്കാണ്ടല്ലോ. ഇത് ഇനി ഇജ്ജ് ഉപയോഗിച്ചോ, അനക്കത് ഇനി എവിടെയെങ്കിലും ഉത്തരം മുട്ടുമ്പോ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഹുക്കുമുണ്ടോ? മതത്തിൽ അങ്ങനെ ഹുക്കുമുണ്ടോ? ഉറുമ്പിനെ കൊല്ലാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇങ്ങനെ കൊല്ലാൻ കൽപ്പിക്കുന്ന മതം എന്ന് പറഞ്ഞ എന്തിനാ? പിന്നെ കൽപ്പിച്ച ഒരു പ്രവാചകൻ എന്നാണ് പറഞ്ഞത്. മതം ആ പ്രവാചകന്റെ കൽപ്പന കേട്ടിട്ട് അവിടെ പ്രവർത്തിച്ച ആൾക്കാർ ചെയ്തത് തന്നെയാണ് അവരെ മതം. ശരി. പിന്നെ അള്ളാന്റെ കാരുണ്യം അപ്പൊ തന്നെ പറയും. ഇസ്ലാമിൽ അങ്ങനെ ഹുക്കുമുണ്ടോ? ഇസ്ലാമിൽ അങ്ങനെ ഹുക്കുമുണ്ട്. ഉറുമ്പുകളെ കൊല്ലാൻ ഇസ്ലാമിൽ കൽപ്പന ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേൾപ്പിച്ചോ.
അതല്ലേ ഇപ്പൊ നിങ്ങൾ പറഞ്ഞത്. അതല്ല ഞാൻ പറഞ്ഞത്. സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലായി. സാമാന്യ ബോധമുള്ള എല്ലാവർക്കും മനസ്സിലാവണം. അത് ഇത് കേൾക്കുന്ന ആൾക്കാർ തീരുമാനിച്ചിട്ട് അവർ മനസ്സിലാക്കട്ടെ. വിശ്വാസികൾക്കൊക്കെ അയച്ചു കൊടുക്കുക. ഈ ഫോൺ സംഭാഷണം ഇതിൽ ആവശ്യമായിട്ടുള്ള ഹദീസുകളുടെ പൂർണ്ണമായിട്ടുള്ള ചിത്രമൊക്കെ സഹിതം ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് ഈ എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തോ? ഇനി രണ്ടാമത്തെ ചെയ്യോ? നീ അപ്ലോഡ് ചെയ്യോ? ഞാൻ ചെയ്യുമല്ലോ. ഇനി രണ്ടാമത്തെ അത് ചെയ്തിട്ട് ഇനിയും അനക്ക് എവിടെയെങ്കിലും ഉറുമ്പും കൂടെ ആവശ്യം വരും. എവിടെയാന്ന് വെച്ചാല് ബാസിൽ ഉത്തരം മുട്ടുന്നിടത്ത് ഇനി ഉറുമ്പും കൂടെ ഉപയോഗിക്കാം. അത് എടുത്തു വെച്ചോ. പണ്ട് നമ്മൾ ഈ ഇതില്ലേ, നമ്മുടെ പണ്ട് നമ്മള് ചക്കയൊക്കെ വെട്ടിയല്ലേ ഞങ്ങളെ നാട്ടില്, ചക്കയൊക്കെ വെട്ടി കഴിഞ്ഞാല് അതിന്റെ ഈ മുളഞ്ഞീന്ന് ഞങ്ങൾ പറയാം, വളഞ്ഞീന്ന്, അത് ഒരു കോലുമ ഇങ്ങനെ ചുറ്റി എടുത്തിട്ട് നമ്മള് പഴയ ഓടുവരന്റെ ഇറയിൽ ഇങ്ങനെ തിരികെ വെക്കും. എന്നെങ്കിലും എവിടെയെങ്കിലും ഓട്ട വരുമ്പോ അടക്കാൻ വേണ്ടിട്ട്. അതേമാതിരി ഈ ഉറുമ്പിൻ കൂട് ഒരു നിധി പോലെ നീ കാത്തു സൂക്ഷിച്ചോ. ലോകാവസാനം വരെയുള്ള മതവിമർശകർക്ക് ലിയാക്കത്തിനെ നേരിടാൻ ആകെ കയ്യിലുള്ള ഒരു മരുന്ന് എന്ന രീതിയിൽ ഇത് ആകെ കയ്യിലുള്ള മരുന്നൊന്നല്ല, ഇഷ്ടംപോലെ മരുന്നുണ്ട്. അതിനൊക്കെ മറുപടി അറിയാം. ഇത് കട്ട് ചെയ്തിട്ട് ഞാൻ വിളിക്കട്ടെ. അപ്പൊ എന്തായാലും ഉറുമ്പിന്റെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായി. ഇത് കട്ട് ചെയ്തിട്ട് ഞാൻ ഒരു വിഷയം കൂടി ചോദിക്കട്ടെ. വേറെ വിഷയം വേറെ ദിവസം. വിഷയം ഏതാന്ന് പറഞ്ഞോ, ഒരു ദിവസം അതേപോലെ അപ്പോയിന്റ്മെന്റ് ടൈം പറഞ്ഞോ, വിളിച്ചോ, നോ പ്രശ്നം. ഇന്നിപ്പോ ഈ വീഡിയോ ഞാൻ കംപ്ലീറ്റ് അതിൽ ആവശ്യമുള്ള രേഖകളും കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് നീ എന്ത് ചെയ്തോ, ഇത് നിന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യും. ഇതില് വളരെ മികച്ച ഒരു ഇതായിരിക്കും. ഇതേ വിഷയത്തില് ഒരു ചോദ്യം കൂടി ഉണ്ടല്ലോ. 2 കളവാണ് നിങ്ങൾ പറഞ്ഞത്. രണ്ടാമത്തെ ഉറുമ്പിന്റെ കൂടിന്റെ കഴിഞ്ഞു. ഇല്ല, ഇതിലെ രണ്ടാമത്തെ കളവുണ്ട്. അതാ ഞാൻ ചോദിച്ചത്. എന്താ ഷമീറ, അതിന് മറുപടി പറയും. ഇതില് നിങ്ങൾ പറയുന്നത് എന്താ വെച്ചാല്, ഈ കാര്യം ഞാൻ പറഞ്ഞതിന് ശേഷം അപ്പൊ തന്നെ ആ സെക്കൻഡിൽ തന്നെ ഞാൻ അത് തിരുത്തുന്നുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു. എവിടെ തിരുത്തി? നിങ്ങളാണ് എടുക്കേണ്ടി ആ വീഡിയോ. നിങ്ങൾ സംസാരിച്ച വീഡിയോ നിങ്ങളാണ് കൊണ്ടുവരുന്നത്. അതന്നെ ഞാൻ ചോദിക്കണേ, എവിടെ ആ വീഡിയോയുടെ ടൈറ്റിൽ മറച്ചു വെച്ചത്? അത് ക്രോപ്പ് ചെയ്ത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോ എന്തായാലും സ്ക്രീൻ റെക്കോർഡ് നീ ചെയ്യുമ്പോ എന്തായാലും അതിന്റെ ഫുൾ ഡീറ്റെയിൽ ഉണ്ടാവും. അതിനാണ് ഞാൻ ഡേറ്റ് പറഞ്ഞത്. ഡേറ്റ് എനിക്ക് എവിടെ നിട്ടി? ഡേറ്റ് ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചോണ്ടല്ലേ ഞാൻ പറഞ്ഞത്. ഒരു ക്ലബ് ഹൗസിന്റെ ഡിസ്കഷൻ യൂട്യൂബ് ലൈവ് ഇടുമ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് സ്വാഭാവികമായിട്ടും അതിന്റെ ടൈറ്റിലും ഏത് ക്ലബിലാണ് നടന്നത് ഈ മാതിരി ഇനി ഇതുപോലത്തെ ഊച്ചാളിത്തരം പറയല്ലേ. സമയമല്ല ഷമീറ, ഈ മാതിരി ഒരു ആകെ പിന്നെ ഇതായി കഴിഞ്ഞാൽ നീ അതിൽ കിടന്ന് മെഴുകണീന് ഞാൻ കാവലിക്കാരന നടക്കുന്ന പരിപാടിയാണ്. ഇതൊക്കെ ഇത്രയും കേട്ടതിൽ നിന്ന് കാര്യം മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലാവും. വെറുതെ കളവല്ലേ പറഞ്ഞത്. ഇനി ആ വീഡിയോന്റെ ഫുള്ള് കൊടുന്നോ, ഇനി അയിമ അണക്ക് മെഴുകണി ആ എടുത്തു വെച്ചോ. ഈ ഒരു നിധി പോലെ ഉറുമ്പിന്റെ ഹദീസ് ഈ വീഡിയോ ക്ലിപ്പ് എടുത്തു വെച്ചോ. അനക്ക് ഇനിയും എവിടെയെങ്കിലും ഉത്തരം മുട്ടുമ്പോൾക്കൊക്കെ അയച്ചു കൊടുക്ക്. ലിയാക്കത്തിനോട് ഉത്തരം മുട്ടുന്ന എല്ലാവർക്കും അയച്ചു കൊടുക്ക്. ലിയാക്കത്തിന് കൂട്ടാൻ പറ്റിയ നല്ലൊരു സാധനം എന്റെ ഉണ്ട്. ഉറുമ്പിന്റെ കാര്യത്തിൽ അവൻ പണ്ട് നുണ പറഞ്ഞിട്ടുണ്ട്, അയച്ചു കൊടുക്കും. പിന്നീട് നിങ്ങൾ ബാസിലിന് ഇത് അയച്ചു കൊടുത്തത് നീയാണ്, നിന്റെ ഇൻഡ്യൂഷൻ ആയിരുന്നു. പക്ഷെ അത് കറക്റ്റ് ആണ്, സത്യമായിരുന്നു. ഞാൻ തന്നെയാണ് അയച്ചു കൊടുത്തത്. പിന്നെ ഇസ്ലാമിക ദഅ്വാ സംഘങ്ങൾക്ക് സേവനം ചെയ്യാൻ എന്റെ അള്ളാഹു അനക്ക് ദീർഘായുസ് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. ആഫിയത്തും തരട്ടെ. ആമീൻ പറയാം മനുഷ്യ. നിങ്ങളെ പ്രാർത്ഥനല്ലേ? നിങ്ങൾ അള്ളഹാനോടാണ് ഞാൻ പറയാണ്. ഒരു അവിശ്വാസിയായ ഞാൻ ഷമീറിന് ഈ ഹദീസ് ഇനി ഉപയോഗിക്കാനുള്ള എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. മുൻകൂട്ടി പറഞ്ഞ നമുക്ക് അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടോ? ഉത്തരം ഇതിനകത്തുണ്ട്. സാമാന്യ ബോധമുള്ള ആർക്കും അതൊന്ന് ഷമീർ കാര്യം ഷമീർ അത് എടുത്തു വെച്ചോ, ഭദ്രായിട്ട്. ഇത് പറയാൻ എന്താ മടിയെന്നാ ചോദിക്കേ. ഒരു തെറ്റ് അറിയോ, നമ്മുടെ ബുദ്ധിക്ക് അനുസരിച്ച് മറ്റുള്ളവരെ വിലയിരുത്തണ്ട. എന്തിനാ വെറുതെ എന്റെ ചാനൽ എന്തിനാ ഷമീർ വെറുതെ പിന്നെ ആൾക്കാരെ ഇങ്ങനെ കളിയാക്കൽ കേൾക്കുന്നത്? ഷമീർ ഇത് ഞാൻ പറഞ്ഞ ഹദീസുകളും വീഡിയോ ക്ലിപ്പും ബാസിലിന്റെ സംസാരം ഒക്കെ അത് നോക്കണ്ട. അത് നീ നോക്കണ്ട. നീ നിന്റെ ചാനൽ നല്ല രീതിയിൽ കളിയാക്കണതിന് ഒരു പ്രശ്നമില്ല. നിന്റെ ചാനൽ കമന്റ് ബോക്സ് ഒക്കെ ഒന്ന് എടുത്ത് നോക്കിയാൽ കാണാം. അതാ ഞാൻ പറഞ്ഞ ഷമീറ, നീ നിന്റെ ചാനൽ കയറ്റിക്കോ. ഞാൻ കേട്ടു. അത് വിചാരിച്ചിട്ട് നമ്മള് ഇങ്ങനെ നമ്മളുടെ ആൾക്കാർ ഇപ്പൊ നമ്മൾ ഏതൊരു ആളോടും നമ്മൾ അവരെ പറയണേ നമുക്കൊരു ലിമിറ്റ് ഉണ്ട്. അതിനപ്പുറത്തേക്ക് പറയാൻ ഇഷ്ടമല്ലാത്തോണ്ടാണ്. ഓക്കെ, അതുകൊണ്ട്. അപ്പൊ ഷമീർ, ഞാൻ അടുത്തൊരു വിഷയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ
ഇതേമാതിരി എടുത്തോണ്ട് വാ, നമുക്ക് സംസാരിക്കാം. ഓക്കെ, അതെ അതന്നെ ഞാൻ പറഞ്ഞത്. ഇപ്പൊ കട്ട് ചെയ്ത് വിളിക്കട്ടെ. ഇപ്പൊ കട്ട് ചെയ്തു. ഇത് എന്നോട് ഇബ്നു സംസാരിക്കാൻ ഗസീർ റഹ്മത്തുള്ളാഹിന്റെ ഒരു കളയാൻ പറ്റുമോ? ഞാൻ വിഷയം ഞാൻ പറഞ്ഞുതരാം. വിഷയം പറഞ്ഞോ, വിഷയം പറഞ്ഞോ. അതായത് ഇബ്നു ഗസീർ റഹ്മത്തുള്ളാഹിന്റെ തഫ്സീർ എടുത്തിട്ട് ഇബ്നു ഗസീർ മുത്താ കല്യാണം അത് നമുക്ക് സംസാരിക്കാം. അത് നിങ്ങൾ പറഞ്ഞല്ലോ. അത് വിളിക്കാം. ഇന്ന് വിളിക്കുകയാണെങ്കിൽ ഇന്ന് സമയമില്ല, ഒരു ദിവസം തന്നെ എല്ലാം കൂടെ പണിയില്ല ഷമീറെ. നാളെ വിളിക്കാം. ഈ ഒരു കാര്യം ബുധനാഴ്ച വിളിക്കും. ബുധനാഴ്ച എന്തോ ഒരു പരിപാടി ഉണ്ടല്ലോ. തിങ്കളും ചൊവ്വ എനിക്ക് ചില പരിപാടി ഫ്രീ ഉണ്ട്. പണികൾ നടക്കും. എത്ര സമയത്ത് വിളിക്കണം? എല്ലാ എന്നും ഈ 3 മണിക്ക് ശേഷം വിളിച്ചോ. ഓക്കെ. അപ്പൊ മുത്താ കല്യാണത്തിലാണ് എന്റെ ആക്ഷേപം എന്താന്ന് ഇതിനോട് പറഞ്ഞാല് എടുത്തു വെച്ച ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ വീഡിയോ ഞാൻ അയച്ചുതരാം. അതില് ചെയ്ത വീഡിയോ അല്ലട്ടോ, ഞാൻ പറഞ്ഞത് എനിക്ക് അയച്ചു. നിങ്ങൾ പറഞ്ഞ ഭാഗം ഞാൻ അയച്ചുതരാം. മതി, അത് മതി. അതിൽ എന്റെ ആക്ഷേപം എന്താന്ന് ജപ്പ പറഞ്ഞാൽ മതി, മുൻകൂട്ടി പറയുന്നൊന്നുമില്ല. ജപ്പ ആ ആയത്തിൽ എന്റെ ആക്ഷേപം എന്താന്നൊക്കെ പിന്നെ പറഞ്ഞാൽ മതി, വിളിക്കുമ്പോ പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞത് ഏത് ഭാഗത്തിനെ കുറിച്ച് നീ പറയുന്നത്. ഒരു വിഷയം സംസാരിക്കുമ്പോ അതിൽ നിന്ന് സംസാരിക്കാൻ ഒന്നും കൂടി അതിനൊക്കെ നിങ്ങൾ ഇനി നല്ലോണം പഠിക്കണം. എന്തായാലും ആ ബക്കറയിലും യുദ്ധമല്ല, അതൊക്കെ എപ്പോഴും ആണെന്നാണ് പറഞ്ഞത്. ആയിക്കോട്ടെ. ഈ വീഡിയോ ക്ലിപ്പ് ഇനി ക്രോപ്പ് ചെയ്യല്ലോ. അവിടെ നിക്ക് ഒറ്റ മിനിറ്റ്. ഈ യുദ്ധ കളത്തിലാണ്. 1 മണിക്കൂറിലധികമായി. അവിടേക്ക് മണിക്കൂറായി. അവിടേക്ക് ഇത് പറഞ്ഞാണല്ലോ സൂറത്ത് ബക്കറയിൽ 190, 191 വചനം. അത് നിങ്ങൾ വെറുതെ ഒന്ന് ഗ്രോക്കിനോട് ചോദിക്കാം എന്താണെന്ന് കൃത്യമായിട്ട് ഓര് പറഞ്ഞു തരും. ഷമീറ, ഏത് യുദ്ധക്കളത്തിലാണ് നിങ്ങൾ പറഞ്ഞ തീരുന്ന പ്രശ്നമല്ലോ. യുദ്ധക്കളല്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ. യുദ്ധക്കളാണെന്ന് ഇത് യുദ്ധം ചെയ്യുമ്പോ എന്ത് ചെയ്യണം അതാണ് പറയുന്നത്. യുദ്ധക്കളത്തിലായിരുന്നു പറഞ്ഞത്. അങ്ങനെ ഖുറാനിൽ പറയില്ലല്ലോ. യുദ്ധക്കളത്തിലാണെന്ന് ബാസിൽ നുണ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്. അത് ഏത് യുദ്ധക്കളം ഞാൻ ചോദിച്ചപ്പോഴാണ് ഇനി എന്താ കാട്ടുക എന്ന് ആലോചിച്ചപ്പോ ഷമീർ പറഞ്ഞു ഒന്നും പേടിക്കണ്ട, അതാ എടുത്ത് വീശിക്കൂട് ഉറുമ്പുംകൂട് ഹദീസ്. വിശ്വാസികളെ കബളിപ്പിക്കുന്ന എന്തിനാ? സബ്ജക്റ്റിൽ നിന്ന് സംസാരിക്കൂ. അതിന്റെ മെറിറ്റിലേക്ക് വരൂ. നിങ്ങൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ കോറിലേക്ക് വരൂ. വെറുതെ അവിടെ നിങ്ങൾ പറയുന്ന ഓരോ വീഡിയോക്കും മറുപടി തന്നിട്ടുണ്ട്. ഒരെണ്ണത്തിന് പറഞ്ഞിട്ടില്ല. ഷമീർ മാത്രമേ ഉള്ളൂ ഇസ്ലാം ദീനിനകത്ത ഒരാള്. റഫീഖ് സലഫി ബദറിൽ ലിയാഖത്തിന്റെ വാദങ്ങൾ പൊളിക്കുന്ന അടുത്തിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാന്ന് പറഞ്ഞാൽ പോയതാണല്ലോ. 10 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. എവിടെ ഷമീർ? എവിടെ എന്നിട്ട് റഫീഖ് സലഫി മുകളിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എന്താ കാര്യം? ഷമീറിന്റെ ഈ ഉറുമ്പിൻകൂട് ലെവലിലുള്ള സാധനങ്ങളല്ലേ? ഉറുമ്പിൻകൂട് ലെവലിലൊന്നല്ല, അതൊക്കെ ചെറുതാണ്. ഇത് ചെറിയ സാധനമാണ് ചങ്ങാതി. തുപ്പിയതൊക്കെ പറഞ്ഞിട്ടല്ലേ? അല്ല, തുമ്മുന്നതും ചുമക്കുന്നതൊക്കെ അല്ലേ ഷമീറിന്റെ കേസ്? ആര് പറഞ്ഞേ? ഇത് നിങ്ങൾ പറഞ്ഞ കാര്യം കേൾപ്പിച്ചിട്ടാണ് മുത്തയല്ലേ? മുത്തുണ്ട്. മുത്തായിട്ട് ബുധനാഴ്ച ഇരിക്കാം. ഓക്കെ, ഓക്കെ എന്നാ ശരി. ഓൾ ദ ബെസ്റ്റ്.